കടന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഖവാരിജിയാക്കൾ. ആ ഖവാരിജിയാക്കളുടെ നേതാവാണ് ദുൽഖുവൈസിർ തമീമി. ആ ദുൽഖുവൈസിർ തമീമി മുതൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദമ്മാജ് സലഫികൾ. ഇന്നിപ്പോൾ അങ്ങനെ പുതിയൊരു ടീമുണ്ട്. ഈ സാധുക്കൾ ഇങ്ങനെ പിളർന്നുകൊണ്ടേയിരിക്കുക. മുജാഹിദ് പറഞ്ഞ സാധനം എന്തൊക്കെ ഗ്രൂപ്പുകൾ അങ്ങനെയുള്ളത്. ഒരു ഭാഗത്ത് ജിന്നൂരി, മറുഭാഗത്ത് ഇൻസൂരി, അതിൻ്റെ ഇപ്പുറത്ത് മടവൂരി, അതിനപ്പുറത്ത് ഇരിവേറ്റി, അങ്ങനെ പോയി ഏറ്റവും ഒടുവിൽ വന്നതാ ആട് സലഫികൾ. അതിൻഷാ ഞാൻ അവസാനം പറയാം. പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കേണ്ട ഒരു കൂട്ടത്തിൽ ഈ ഖവാരിജിയത്തിന്റെ നേതാവായിരുന്നു ദുൽഖുവൈസിർ തമീമി. ദുൽഖുവൈസിർ തമീമിയെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയം മദീന പള്ളിയിൽ വന്നുകൊണ്ട് മൂത്രം വെച്ച വ്യക്തിയാണ് ദുൽഖുവൈസിർ തമീമി. മറ്റൊരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് കയറി വന്നുകൊണ്ട് പറഞ്ഞ പ്രവാചകനോട് മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കണം. ആരോടാ പറയുന്നത്? നീതി പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ ബറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കണം. എന്താണ് ആ വാക്കിന്റെ ധ്വനി? എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ ധ്വനി? മുഹമ്മദ്, താങ്കൾ ഞങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് നീതിയും ഉണ്ടാവാം അനീതിയും ഉണ്ടാവാം, അതുകൊണ്ട് താങ്കൾ നീതി ഉണ്ടാവണം. ഇത് കേട്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വൈഹക് വമൻ യഅദിൽ ഇദാ ലം അഅദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ലോകത്താരടാ നീതി പാലിക്കുക? നീതി പഠിപ്പിക്കാൻ വന്ന ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ലോകത്താരാണ് നീതി പാലിക്കുക? ഇത് കേട്ടപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റുന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ദഅഹു, യാ റസൂലല്ലാഹ്, അവൻ എനിക്കൊന്ന് വിട്ടുതരണം. ഇദ്ദല്ലി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊന്ന് സമ്മതം തരണം, ഞാൻ അവന്റെ പെരട് വെട്ടിക്കളയും നബിയേ, അങ്ങയെ സാധാരണ മനുഷ്യനായി കണ്ട വ്യക്തിയാണ്, അവനെ വെടിഞ്ഞ് വെച്ചേക്കാൻ പറ്റില്ല, അവൻ ഞാൻ വെട്ടിക്കളയും, ഒന്ന് സമ്മതം തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട ഉമറേ, വേണ്ട, ഒന്നും ചെയ്യണ്ട ഉമറേ, വിട്ടേക്കോ. ഫഇന്ന ലഹു അസ്ഹാബൻ, അവന് കുറച്ച് അനുയായികൾ വരാനുണ്ട്, അവരോട് വരേണ്ടവരാ. എന്താ അവരുടെ പ്രത്യേകത? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഹ്കുറു അഹദുക്കും സലാത്തഹു മഅ സലാത്തിഹി, നിങ്ങളുടെ നിസ്കാരം അവരുടെ നിസ്കാരമായി തുലനം ചെയ്യുമ്പോൾ നിസ്സാരമായി തോന്നിയേക്കാം. നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ കർമ്മങ്ങളും അവരുടെ കർമ്മങ്ങളുമായി നോക്കുമ്പോൾ ഒരു പക്ഷേ നിസ്സാരമായി തോന്നിയേക്കാം. അവരിങ്ങനെ യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ വാത്തോരാതെ ഓതിക്കൊണ്ടിരിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമായിട്ടാണ് നബി വരച്ച് കാണിച്ചു തരുന്നത്. ഇവന്റെ പിൻഗാമികളുടെ പ്രത്യേകത, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. സ്റ്റേജിൽ കയറിയാൽ 10 മിനിറ്റ് പ്രസംഗിക്കുമ്പോഴേക്ക് ഒരു 10-20 ആയത്ത് ഓതിയിട്ടുണ്ടാകും. നമ്മുടെ ആൾക്കാരനെ പറയുന്നത് കണ്ടോ, എന്തായാലും വെറും ഖുർആൻ കൊണ്ടാണ് അവരുടെ കളികളൊക്കെ. നമ്മളെ ആൾക്കാർ ഇങ്ങനെ ചരിത്രം പറഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഖ്റഊനൽ ഖുർആൻ, അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇബാദത്തിലോ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പള്ളിക്ക് പോകും. നമ്മളെ പ്രവർത്തകന്മാരങ്ങനെ തട്ടി വിളിച്ചു കൊണ്ടുപോകണം. ഇവരതിന് ആവശ്യമില്ല, നേരത്തെ പള്ളിയിലേക്ക് പോകും. കാരണം എന്താ? ഇവരെ പഴിപ്പിക്കാൻ ഇബ്ലീസ് വരുന്നില്ല. കാരണം ഇവരെ പഴിപ്പിക്കേണ്ട ആവശ്യം ഇബ്ലീസിനില്ല. അൽ ബിദ്അത്തു, ഹദീസിൽ കാണാം, ചരിത്ര രേഖകളിൽ കാണാം, മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിദ്അത്താണ്, അഹബ്ബ മിനൽ മഅ്സിയ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെടില്ല. കാരണം കള്ളു കുടിക്കുന്നവൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചെയ്യുന്ന തെറ്റാന്നുള്ളൊരു ബോധം ഉണ്ടാവും, എപ്പോഴും നന്നാവാം. പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയവനോ അവന്റെ മനസ്സിൽ എപ്പോഴും ചിന്ത, ഞാൻ തന്നെയാണ് നല്ലവൻ, ഞാനല്ലാത്തവരൊക്കെ പിഴച്ചവനാണ്. പിന്നെ അവൻ മാറൂല, പിന്നെ അവർക്ക് മാറ്റം വരില്ല. അവൻ വിചാരം ഞാൻ തന്നെയാണ് എപ്പോഴും നല്ലത്. അവൻ്റെ ഇബ്ലീസ് അവൻ പള്ളിയിലേക്ക് പോകുമ്പോൾ മുടക്കാൻ വരില്ല. അവൻ പോയിക്കോട്ടെ, അവൻ പോകണം. തിരിച്ചവൻ ഇങ്ങോട്ട് വന്നാലാണ് പ്രശ്നം. അതുകൊണ്ട് ഇവർ നിസ്കാരത്തിൽ വലിയ താല്പര്യക്കാരായിരിക്കും. സക്കാത്തിന്റെ വിഷയത്തിൽ ശരിയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ റമളാനൊക്കെ ആകുമ്പോഴേക്ക് അവരിങ്ങനെ സക്കാത്ത് കാശ് പിരിച്ച് എന്തിനാ കൊടുക്കുന്നുള്ള വേറെ കാര്യം. എന്തിനൊക്കെ സക്കാത്ത് കൊടുക്കുന്നത്, എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കുന്നത്, അവരെ കണക്കൊക്കെ പരിശോധിച്ച് വെക്കണ്ടേ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമുണ്ടാകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരുടെ ഈമാൻ തൊണ്ടക്കുയുടെ കീപ്പോട്ടിറങ്ങില്ല. ആ പറയുന്നതൊക്കെ നാവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ദുൽഖുവൈസിറത്തു തമീമി അദ്ദേഹത്തിന്റെ ജീവിത രീതിയൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ചൊരിക്കൽ സഹാബത്ത് നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ കാലഘട്ടത്തിൽ ദാ ഞങ്ങളിടയിൽ ഒരു മനുഷ്യനുണ്ട്, റജുലുൻ യുഅ്ജിബുനാ തഅബ്ബുദുഹു വഇജ്തിഹാദുഹു. എന്തൊരു ഇബാദത്താണ്, എന്താണ് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും അധ്വാനങ്ങളൊക്കെ. അല്ലാഹു റസൂൽ ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞത്, അവൻ സ്വർഗത്തിലേക്കല്ല പോവുക, നരകത്തിലേക്കാണ് പോവുക. ആ ദുൽഖുവൈസിറത്തു തമീമിയാണ് പിന്നീട് ചരിത്രത്തിൽ കാണാം വകാന റഅ്സൽ ഖവാരിജി. അദ്ദേഹം ഖവാരിജികളുടെ നേതാവായിട്ട് മാറി. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെതിൽ രംഗപ്രവേശനം ചെയ്ത വ്യക്തികളെ കൂട്ടത്തിൽ അവരുടെ നേതാവായിട്ട് മാറുകയും പിന്നീട് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ആ ദുൽഖുവൈസിറത്തു തമീമിയാണ് ഖവാരിജിയാക്കളുടെ നേതാവ്. എന്താണ് ഖവാരിജിയത്തിന്റെ പ്രത്യേകത? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്താണ് ഈ ഖവാരിജിയത്ത്? ഖവാരിജിയാക്കൾ ഉണ്ടായ ആദ്യത്തെ ബിദ്അഈ സംഘടനയാണ് ഖവാരിജ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം എന്താണ് ഖവാരിജിന്റെ പ്രത്യേകത. ഇന്ന് ലോകത്ത് വന്ന ബിദ്അഈ കക്ഷികളൊക്കെ നോക്കുമ്പോൾ ആ ഖവാരിജത്തിലുണ്ടായ ഗുണങ്ങളൊക്കെ ഇവരിലും കാണാം. എന്താണ് അവരുടെ പ്രത്യേകതകൾ? ഒന്ന്, തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കുക. ഖവാരിജിയത്തിന്റെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കുക. ഞങ്ങളല്ലാത്തവരൊക്കെ കാഫറാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ. ഖവാരിജിയാക്കൾ ആരെ കാഫറാക്കിയത്? മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ കാഫറാക്കി. അലി റളിയല്ലാഹുവിനെ കാഫറാക്കി. കഴിഞ്ഞില്ല. പിന്നെ ആരെ കാഫറാക്കി? സയ്യിദുനാ മുആവിയ റളിയല്ലാഹുവിനെ കാഫറാക്കി. സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനെ കുറിച്ച് കാഫറാന്ന് പറഞ്ഞു. അക്കാലഘട്ടത്തിൽ ജീവിച്ചു പോയ സഹാബാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു, അവരൊന്നും ഇസ്ലാമിക വൃത്തത്തിലല്ല, കാഫറുകളാണ്. പച്ചയായി പറഞ്ഞു. ആരെ? ഖവാരിജിയാക്കൾ. മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജിയാക്കളുമായി സംവാദത്തിന് പോയി. ഖവാരിജിയാക്കളുമായി സംവാദത്തിന് പോയ രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ ഫദഖൽതു അലാ ഖൗമിൻ, ഞാൻ ഖവാരിജിയാക്കളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ചെന്ന് നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അവരുടെ ചിട്ടയൊക്കെ? നെറ്റിയിലേക്ക് നോക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചക്കക്കുരു പോലെയുള്ള നിസ്കാരത്തയമ്പുകളുണ്ട്. ഖവാരിജികളുടെ നേതാക്കന്മാരുടെയൊക്കെ സംവാദത്തിനുള്ള ആളുകളൊക്കെ ഇന്ന് അങ്ങനെയാണ്. പല ആൾക്കാരും കണ്ടോ അവരുടെ താടി എത്ര ഉഷാറാണ്, കണ്ടോ അവരുടെ നിസ്കാരത്തയമ്പ് ഉണ്ടല്ലോ ഉഷാറാണ്. അങ്ങനെയൊന്നുമല്ല ആളെ മനസ്സിലാക്കേണ്ടത്. ദീനിനെ വിലയിരുത്തേണ്ടത് പുറത്തുള്ള ജാടകളെ കൊണ്ടല്ല, പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് ദീനിനെ വിലയിരുത്തേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഞാൻ അവരെ നെറ്റിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര നിസ്കാരത്തയമ്പ്, കയ്യിലും കാലിലൊക്കെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് ഒട്ടകത്തിന്റെ കാലുകളിൽ തയമ്പ് വന്നതുപോലെ തയമ്പ് വന്നിരിക്കുന്നു. ഇബാദത്ത് ചെയ്ത് അവിടെയും ഇവിടെയും ഒക്കെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ അവരുമായി സംസാരിച്ചു. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഞാൻ അവരുമായി സംസാരിച്ചു, നിങ്ങൾ എന്തിനാണ് അലി റളിയല്ലാഹുവിനെ കാഫറാക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഓതിയത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, വിധികർത്താവാക്കാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളെ ഹാക്കിമായി കാണാൻ പാടില്ല. അലി റളിയല്ലാഹുവിന് പ്രശ്നമുണ്ടായപ്പോൾ രണ്ടാളുകളെ ഹാക്കിമായി നിശ്ചയിച്ചു, വിധികർത്താവ് നിശ്ചയിച്ചു. അത് ഖുർആനിക ആയത്തിന്റെ എതിരാണ്. നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹുവിന് ഇതിൽ ഉദ്ധരിച്ചെന്താണ്? ഖുർആനിക ആയത്തിന് വിരുദ്ധമായി അലി റളിയല്ലാഹു പ്രവർത്തിച്ചു, അതുകൊണ്ട് അലി റളിയല്ലാഹു ഇസ്ലാം എന്ന് പുറത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സലക്ഷം മറുപടി കൊടുത്തു. മറുപടി കൊടുത്തപ്പോൾ ചരിത്രം രേഖപ്പെടുത്തുന്നു 6000 ആളുകളാണെന്ന് പങ്കെടുത്തത്. അതിന് 2000 ആളുകൾ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു. 2000 ആളുകൾ, ബാക്കി 4000 ആളുകൾ അവിടെ തന്നെ ഉറച്ചു നിന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുത്തിട്ടും റഈസുൽ മുഫസ്സിരീൻ പറഞ്ഞിട്ടും അവർ കേൾക്കാൻ തയ്യാറായില്ല. 2000 ആളുകൾ തിരിച്ചു വന്നു, ബാക്കിയുള്ളവർ അതിൽ തന്നെ ഉറച്ചു നിന്നു. അതങ്ങനെയാണ്. സംവാദം നടത്തിയിട്ടും കാര്യമില്ല, മുഖാമുഖം നടത്തിയിട്ടും കാര്യമില്ല. ഹിദായത്ത് അല്ലാത്തൊരു ഉദ്ദേശിച്ച് തിരിച്ചു വരും, അല്ലാത്തൊരു അവിടെ തന്നെ നിൽക്കും. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫിറാക്കി. ആരെയാ കാഫിറാക്കുന്നത്? നാം ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ആരാ അലി റളിയല്ലാഹു അൻഹു? ചരിത്രം പഠിക്കണ്ടേ? ആരാ അലി റളിയല്ലാഹു അൻഹു? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അലിയോട് പറഞ്ഞ അൻത മിന്നീ ബിമൻസിലത്തി ഹാറൂൻ,
മിൻ മൂസാ. അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, അലിയേ, നിങ്ങൾ എൻ്റെ അടുക്കൽ മൂസാ നബിയുടെ അടുക്കൽ ഹാറൂൻ നബിക്കുള്ള സ്ഥാനം എന്താണോ അതുപോലെയാണ് എൻ്റെ അടുക്കൽ താങ്കൾക്കുള്ള സ്ഥാനം. മൂസാ നബിന്റെ അടുക്കൽ ഹാറൂൻ നബിക്കുള്ള സ്ഥാനം എന്താണോ അതേ സ്ഥാനമാണ് എൻ്റെ അടുക്കൽ താങ്കൾക്കുള്ളത്. പക്ഷേ ഒരു വ്യത്യാസമാണുള്ളത്. ഹാറൂനും നബിയായിരുന്നു എന്നതുപോലെ താങ്കൾ നബിയല്ല. താങ്കൾ നബിയല്ല, എൻ്റെ നബി ഇല്ലാത്തത് കൊണ്ട് താങ്കൾ നബി അല്ല എന്നുള്ളൂ. പക്ഷേ എൻ്റെ അടുക്കൽ മൂസാ നബിന്റെ അടുക്കൽ ഹാറൂൻ നബിക്കുള്ള സ്ഥാനം എത്രയാണോ അത്രയും സ്ഥാനമാണ് താങ്കൾക്ക് എൻ്റെ അടുക്കലുള്ളത്. അത്ര വലിയ മഹാനായിരുന്നു മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞില്ല. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചു, നാളെ ഖൈബറിലേക്ക് പോവുകയാണ്. ലഉഅതിയൻ ഹാദിഹി റായ റജുലൻ, ഞാൻ ഈ കൊടി നാളെ ഒരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഖൈബറിലേക്ക് പോകുമ്പോഴുള്ള പതാക ഞാൻ കൊടുക്കുന്നു. ആർക്കാണ് കൊടുക്കുന്നത്? അദ്ദേഹം മുഖേന അല്ലാഹു തആല ഖൈബറിൽ വിജയം നൽകും. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം അല്ലാഹു റസൂലിനെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല, വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അദ്ദേഹത്തെ അല്ലാഹും റസൂലും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അല്ലാഹും റസൂൽ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മഹാൻക്കാണ് ഈ കൊടി കൊടുക്കുക. ഹദീസിൽ കാണാൻ സഹാബത്ത് മൊത്തം കുല്ലുഹും യർജൂൻ അയ്യുതാഹ, എല്ലാവരും ആഗ്രഹിച്ചു എനിക്ക് കിട്ടിയെങ്കിൽ ഓരോരുത്തരും കൊതിച്ചു. പക്ഷേ പിറ്റേ ദിവസം റസൂൽ ചോദിച്ചു, ഐന അലി, എവിടെയാണ് അലി? അലി റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, ആ കൊടി കൊടുക്കുകയാണ്. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക സ്ഥാനം കൊടുത്ത മഹാനാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഖവാരിജിയാക്കൾ പറഞ്ഞു, അദ്ദേഹം കാഫിറാണ്. കാഫിറാന്ന് പറഞ്ഞു മാത്രമല്ല, അലി റളിയല്ലാഹുവിനെ അവർ കൊന്നുകളഞ്ഞു. അലിയാരെ തങ്ങളെ മാത്രമല്ല അവർ കൊന്നുകളഞ്ഞത്, പിന്നെയോ മഹാനായ അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ ഖവാരിജിയാക്കൾ കണ്ടുമുട്ടി. ഖവാരിജിയാക്കൾ അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹിൽ ഖബ്ബാബിനോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം അലി റളിയല്ലാഹുവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചു. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു പറഞ്ഞു, അലി റളിയല്ലാഹു വലിയ മഹാനാണ്, അള്ളാഹിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്, വലിയ മഹത്വമുള്ള ആളാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അലി റളിയല്ലാഹു ഒരു കൊന്നുകളഞ്ഞു. അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു ഒരു കൊന്നുകളഞ്ഞു. അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു മാത്രമല്ല, അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടായിരുന്നു, ഗർഭിണിയായ ഭാര്യ. ആ ഭാര്യയുടെ വയറ് ബക്കറു ബത്തനഹ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ വയറ് അവർ കീറിപ്പൊളിച്ചെടുത്തു. ഗർഭിണിയായ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ് പോലും കീറിപ്പൊളിച്ചെടുത്തവർ. ഇത്രത്തോളം ക്രൂര മനസ്സിൻ്റെ ഉടമകളായിരുന്നു ഖവാരിജിയാക്കൾ. അപ്പോൾ അവരൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ കാഫറാക്കുക, രണ്ട് മുസ്ലിമീങ്ങൾ കാഫറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊന്നുകളയുക. പിന്നെയോ മൂന്നാമത്തത് ആദരിക്കേണ്ടതിനൊക്കെ അനാദരിക്കുക, ആദരിക്കേണ്ട വസ്തുക്കളൊക്കെ അനാദരിക്കുക. ഇതായിരുന്നു അവരുടെ മറ്റൊരു പ്രത്യേകത. ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ ലോകത്തെന്തൊക്കെയുണ്ടോ അതിനൊക്കെ അനാദരിക്കുന്ന ശൈലിയായിരുന്നു ഖവാരിജികൾക്കുണ്ടായിരുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ആ ഖവാരിജിയത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ലോകത്തറിയപ്പെടുന്ന വഹാബിസം. എത്രത്തോളം ചില പണ്ഡിതന്മാരൊക്കെ, ചരിത്ര പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദുൽഖുവൈസ്റത്തു തമീമിയുടെ പരമ്പരയിലാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിച്ചിട്ടുള്ളത്. ദുൽഖുവൈസ്റത്തു തമീമിയുടെ പരമ്പരയിലാണ് അദ്ദേഹത്തിന്റെ മക്കളെ ആ പേരുകൾ രേഖപ്പെടുത്തി ചില പണ്ഡിതന്മാർ പറയുന്നു, ദുൽഖുവൈസ്റത്തു തമീമിയുടെ പൗത്രനായിട്ടാണ് ആര് വരിക? മുഹമ്മദ് അബ്ദുൽ വഹാബ് വരിക. ഹിജ്റ 1115 നജ്ദിലാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ഇനി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഖവാരിജിയത്തുണ്ടായ എല്ലാ സ്വഭാവങ്ങളും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തിനുണ്ട്. എല്ലാ സ്വഭാവങ്ങളും. ഒന്ന്, തക്ഫീർ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കൽ. മുഹമ്മദ് അബ്ദുൽ വഹാബ് കാര്യമായിട്ട് ചെയ്ത പണി എന്താ? ആ കാലഘട്ടത്തുള്ള ആലിമീങ്ങളെ കുറിച്ച് പറഞ്ഞ അവരൊന്നും ശരിയല്ല, കാഫറാണ്. എത്രത്തോളം കാഫറാന്ന് പറയുമ്പോൾ അത് ആരൊക്കെ പെട്ടു? സ്വന്തം പിതാവ് അതിൽപ്പെട്ടു, സ്വന്തം സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് അതിൽപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉസ്താദമാരുണ്ടായിരുന്നവരൊക്കെ സുന്നികളായിരുന്നു, അവർക്ക് അതിൽപ്പെട്ടു. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളെ, മശായിഖന്മാരെ കുറിച്ചൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാഴ്ചപ്പാട് ഇവരൊക്കെ കാഫറാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത പണി എന്താ? ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തു, ആയത്തുകൾ വളച്ചൊടിച്ചു. ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്
ഇവർ പറഞ്ഞു ഒരു കാഫറാണ്. ഏതുപോലെ നമ്മുടെ നാട്ടിൽ വഹാബികൾ ചെയ്യും പോലെ. നമ്മുടെ നാട്ടിൽ വഹാബികൾ അതാണ് ചെയ്യുന്നത്, ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേജിൽ കയറുന്ന പിന്നീട് മറ്റേ ഇപ്പോൾ ഈ ബാലുശ്ശേരിനെ ഇപ്പോൾ കാണാമല്ലോ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ആളുണ്ടല്ലോ ഇവരുടെ കൂട്ടത്തിൽ. അയാളെ പേരിന് മുജാഹിദാണ്. വെറും ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളാണ്. വെറും ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു മുജാഹിദീങ്ങളാണ് നല്ലതെന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. അതിന് തെളിവെന്താ? ഫല്ലല്ലാഹുൽ മുജാഹിദീൻ എന്നാണ്. ഫല്ലൽ മുജാഹിദിന് ഈ മുജാഹിദായിട്ട് എന്താ ബന്ധമുള്ളത്? അത് പണ്ട് വക്കീൽ പറഞ്ഞല്ലോ, ഞങ്ങൾ വക്കീലന്മാരാ നല്ലതെന്ന് ഖുർആനിലുണ്ട് പറഞ്ഞു. ഏതാ ആയത്ത് വെച്ചു? നിഅമൽ വക്കീൽ ഉണ്ട്. അങ്ങനെ ആയത്തുണ്ട് ഖുർആനിലെ. അത് ഈ വക്കീലല്ലോ. നിഅമൽ വക്കീലും ഈ വക്കീലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതി, ആയത്തുകൾ മാറ്റിമറിച്ചു. ഈ മുജാഹിദ് പരിഷത്തിന്റെ ഒരു ആയത്ത് കാണാം, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ കാണാം, അദ്ദേഹം സുന്നികൾ കാഫറാന്ന് പറയേണ്ടത്. എന്താ തെളിവ് പറഞ്ഞറിയോ? വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. വസീഖല്ലദീന കഫറൂ തങ്ങളുടെ നമ്മുടെ തങ്ങൾ എതിർക്കുന്നുണ്ട്. ലഹാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങൾ വന്ന് രണ്ടാൾക്ക് ഗുണം ഒരു ബർക്കത്തുമാണ്. ഉറക്കൊക്കെ പോകാനെന്ന് എണീറ്റിരിക്കുമ്പോഴേ നല്ലതാണ്. വല്ലാതെ ഉറക്കൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഉച്ചക്കുള്ള ക്ലാസ്സിലാകുമ്പോൾ കുറേ ഇങ്ങനെ ഉറക്കം സ്വാഭാവികം. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവർ തനി വഹാബിസം എന്ന് പറയുന്നത് തനി ഖവാരിജത്തിന്റെ പകർപ്പാണ്. നമ്മൾ മാത്രം പറയുന്നതല്ല, പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇമാം മുഹമ്മദ് സാവി തഫ്സീർ സാവിയിൽ, സമസ്ത കേരള ജമിയത്തുൽ പ്രസിഡന്റ് എന്നല്ല ഇമാം മുഹമ്മദ് സാവി, എത്രയും വഫാത്തായി പോയി മഹാനായ ഇമാം മുഹമ്മദ് സാവി തഫ്സീർ സാവിൽ രേഖപ്പെടുത്തുന്നു, അഫമൻ സയ്യന ലഹു സൂ അമലി ഫറആഹു ഹസന എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ? ആയത്തിന്റെ സാരാംശം എന്താ? ആയത്തിൽ പറയുന്നത് ചില ആളുകൾ തെറ്റുകൾ ചെയ്യും, സമൂഹം അംഗീകരിക്കാത്ത തിന്മകൾ ചെയ്യും, ഫറആഹു ഹസന എന്നിട്ടതിനെ നന്മയായിട്ട് കാണും. ഇപ്പൊ വിദേഹത്തുകാർ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണല്ലോ, ചിന്തക്കെ തെറ്റിരിക്കും. എന്നിട്ട് പറയെന്താ? അത് വളരെ നല്ലതാണ്, സമുദായത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്, സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്. തെറ്റാണ് അവർ ചെയ്യുന്നത്, പക്ഷേ അതിനെ നല്ലതായിട്ട് കാണും. ഈ ആയത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാബിർ അള്ളാഹു പറയാണ്, ഹാദിഹിൽ ആയത്തു നസത്ത് ഫിൽ ഖവാരിജ്. ഈ ആയത്ത് ഖവാരിജികളെ കുറിച്ച് ഇറങ്ങിയതാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അല്ലദീന യുഹരിഫൂന തഅബീറൽ കിതാബി വസ്സുന്നഹ്. ഇങ്ങനത്തെ ഖവാരിജിയാക്കൽ വിശുദ്ധ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഖവാരിജിയാക്കൽ. വയസ്തഹല്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ. അങ്ങനെ അതുവഴി ആയത്തുൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊല്ലൽ അനുവദനീയമാണെന്ന് പറയുന്ന ഖവാരിജിയാക്കളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ് ഇത്. പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാബിർ അള്ളാഹു പറയാണ്, ഖവാരിജിയാക്കളെ പോലൊരു വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ആരാണത്? വഹും ഫിർഖത്തും ബിഅർളിൽ ഇജാസ് വയഖാലു ലഹുൽ വഹാബിയ. അവരുടെ പേര് വഹാബിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ ഭാഗം നിങ്ങൾ അറിയണം. പഴയ കാലത്തൊക്കെ ഇവരെന്ത് ചെയ്തറിയോ? തഫ്സീറിൻ്റെ കിതാബുകൾ നിന്ന് ഈ ഭാഗം കട്ട് ചെയ്തു. എനിക്കൊക്കെ ഒരു കിതാബ് കിട്ടിയോ, തഫ്സീർ കിട്ടിയപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഒന്നും കാണാനില്ല. വഹും ഫിർഖത്തും ബിഅർളിൽ ഇജാസ്, പിന്നെ ഒന്നും കാണാനില്ല. അപ്പം എന്താ? വയഖാലുഹുൽ വഹാബിയ എന്നുള്ള പ്രിന്റ് ചെയ്യുന്നിടത്ത് മായ്ച്ചു കളഞ്ഞു പറഞ്ഞു. കാരണം ഇവരെ പ്രിന്റിംഗ് ഒക്കെ കാര്യമായിട്ട് ഇവരാണല്ലോ ചെയ്യുന്നത്. എല്ലാ പ്രിന്റിങ്ങും തന്നെ മൗലവി കിതാബ് ഷിർക്കാന്ന് പറയും. ഈ മൗലവി കിതാബ് അടിക്കുന്ന ഇവിടുന്ന കാര്യമായിട്ടുള്ള മൗലവി കിതാബൊക്കെ അടിക്കുന്നത് മുജാഹിദിന്റെ പ്രസിദ്ധ, കാര്യമായിട്ടുള്ളൊക്കെ അവരുടെ പ്രശ്നം അടിക്കുന്നത്. എന്നിട്ട് അതാണ് ഈ കുറേ മൗലവി കിതാബുകൾ വേറെ ഒരുപാട് നമ്മൾ അംഗീകരിക്കാത്ത പലതും കയറി കൂടിയിട്ടുണ്ട്. അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ പ്രശ്നം അടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ യഖാലുഹുൽ വഹാബിയ ബാങ്ക് കട്ട് ചെയ്ത് പറഞ്ഞു. ഇമാമികൾ പണ്ടേ എഴുതി വെച്ചു, ഖവാരിജിയത്തിന്റെ തനി പകർപ്പാണ് വഹാബിസം. എന്നിട്ട് പറയുന്നു, അവർ വിചാരിക്കുന്നു അന്നഹും അലാ ഷൈ, അവർ വലിയ ആൾക്കാരാണ് അവർ വിചാരം. ഇമാം മുഹമ്മദ് സാഹിബ് പറയാ, വഹാബികളുടെ വിചാരം എന്താണ്? അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അലാ ഇന്നഹും ഉമുൽ കാദിബൂൻ, അവർ കള്ളന്മാരാണ്. ലോകം കണ്ട വലിയ മഹാപണ്ഡിതന്മാരെ സമസ്ത പറയുന്നതിന് മുമ്പ് പറഞ്ഞതാ. അലാ ഇന്നഹും ഉമുൽ കാദിബൂൻ ഇസ്തഹവദ അലൈഹിമു ശൈത്വാൻ, അവരുടെ മേൽ ശൈത്താൻ ആധിപത്യം സ്ഥാപിച്ചു പോയി. ഫംസാഹും ദിക്റുല്ലാഹ് ഉലൈക ഇസ്ബുശ് ശൈത്വാൻ അലാ ഇന്ന ഇസ്ബുശ് ശൈത്വാനി
ഹുമുൽ ഖാസിറൂൻ. അവർ ശൈത്താന്റെ പാർട്ടിയാണ്. ശൈത്താന്റെ പാർട്ടി ഒരിക്കലും വിജയിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖവാരിജത്തിന് പറഞ്ഞ എല്ലാ സ്വഭാവ വിവരത്തുണ്ട്. ഖവാരിജത്തിന് പറഞ്ഞെന്താ? മുസ്ലിമീങ്ങളെ കാഫറാക്കുക. മറ്റൊന്ന് പറഞ്ഞെന്താ? ആദരിക്കേണ്ടതിനൊക്കെ അനാദരിക്കുക. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കാം. നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ പുസ്തകമൊന്നുമല്ല, ഇത് അവരുടെ പുസ്തകമാണ്. ഇത് പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ പുസ്തകമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാനിത് സാധനം കൊണ്ടെന്താ, ഈ പുസ്തകത്തിൽ ഖവാരിജിയത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തുന്നത് അറിയാം, കുറ്റപ്പെടുത്താനല്ല, അവരെ മദ്ഹ് പറയാം. ഇദ്ദേഹത്തിൻ്റെ മദ്ഹ് ഇദ്ദേഹം ചെയ്ത സേവനങ്ങൾ പറയാണ്. ഇദ്ദേഹം ചെയ്ത സേവനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് നോക്ക് നിങ്ങൾ, എന്താ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. ഇദ്ദേഹം സൗദിയിൽ പ്രവേശിച്ച സമയം, ഇദ്ദേഹത്തിൻ്റെ രാജ്യം താമസ സ്ഥലം നജിദിലായിരുന്നു. പിന്നീട് ഇദ്ദേഹം സൗദിയിൽ കടന്ന സമയത്ത് മക്കയിൽ ചെയ്ത കാര്യങ്ങൾ കേട്ടുള്ളൂ. ജനങ്ങൾ പുണ്യസ്ഥലങ്ങളായി ഗണിച്ച് ആദരങ്ങൾ അർപ്പിക്കുന്ന സ്ഥലങ്ങളുടെ നേരെയെല്ലാം അവരുടെ കൈകൾ നീണ്ടു. അവരുടെ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും അനുയായികളെയും ജനങ്ങൾ ആദരവോടുകൂടെ കാണുന്ന എല്ലാ സാധനങ്ങളും നേരെയും കേട്ടുള്ളൂ. ഖദീജ ബിവിയുടെ കുബ്ബ, ഖദീജ ബിയുടെ ഖബറിന് മുകളിൽ കാണുന്ന കുബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലത്തെ കുബ്ബ, സഹാബി വര്യന്മാരുടെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ജനങ്ങൾ ആദരം അർപ്പിക്കുന്ന സ്മാരകങ്ങൾ എല്ലാം തട്ടി നിരപ്പാക്കി. ആര് ഖവാരിജികളല്ല ഈ പറഞ്ഞത്, ആര്? വഹാബികൾ. ചിലർ മക്കത്ത് പോയെന്ന് ചോദിക്കും, എന്താ മക്കത്തും മദീനത്തൊന്നും കുബ്ബല്ലാത്തത്? ഖബറിന് മുകളിൽ എന്തില്ല? പെരിങ്ങത്തൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുബ്ബുണ്ടല്ലോ, ഇവിടെ മാലിക് ദിനാറുള്ളാൻ അവിടെ ഉണ്ടല്ലോ, അപ്പുറത്തുണ്ടല്ലോ ഖബർ പൊന്തിച്ചിട്ടുണ്ടല്ലോ, എന്താ മക്കത്തും മദീനത്തുനിന്ന് ഖബർ പൊന്തിച്ച് കാണാത്തത്? അതിന് കാരണം ഒന്നുകൂടി കേട്ടോളൂ. ഇതവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാൽവേഷൻ സമ്മേളനത്തിൻ്റെ സ്പെഷ്യൽ പതിപ്പാണ്, 2008. ഇതിൻ്റെ 34-ാമത്തെ പേജിൽ പറയുന്നു എന്താണ് മക്കത്തും മദീനത്തൊന്നും കുബ്ബയില്ലാത്തത്. ഞാൻ വായിക്കാം, കേട്ടോളൂ. മക്ക മദീന പള്ളികൾക്ക് സമീപം ഉയർത്തപ്പെട്ടിരുന്ന കബറിടങ്ങൾ നിരപ്പാക്കുകയും ചെയ്തു അദ്ദേഹം. ആരാ നിരപ്പാക്കിയത്? മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പുകഴ്ത്തി കുറ്റം പറയല്ല, അദ്ദേഹത്തിന്റെ മഹത്വം പറയാണ്, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പറയാണ് ഇവിടെ ഇവരുടെ പുസ്തകത്തിൽ. എന്താ ചെയ്ത സേവനങ്ങൾ? മക്കയുടെയും മദീനയുടെയും പരിസരങ്ങളിലുള്ള ഖബറുകളൊക്കെ നിരപ്പാക്കി. കഴിഞ്ഞില്ല, ആ കൂട്ടത്തിൽ ആരെ ഖബർ ഇവിടെ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം തകർത്ത കൂട്ടത്തിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിനുമുള്ള കുബ്ബയും അദ്ദേഹം അടിച്ചു തകർത്തു. ആരുടെ? ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ സഹോദരൻ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിലുണ്ടായിരുന്ന കുബ്ബയും അദ്ദേഹം അടിച്ചു തകർത്തു. കഴിഞ്ഞില്ല, വീണ്ടും അദ്ദേഹം പറയുന്നു, എന്താ പറയണത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് കുറെ പോരാട്ടം നടത്തിയിട്ടുണ്ട്, സായുധ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, ചില യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞോട്ടുള്ളൂ, സ്വാഭാവികമായും അന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രത്യേകത അനുസരിച്ച് സായുധ പ്രതിരോധങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലുള്ള യുദ്ധങ്ങൾ 18-ാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്കും നടത്തേണ്ടി വന്നു. മുശ്രിക്കുകളായ ഖുറൈശികൾക്ക് പകരം അവർക്ക് നേരിടേണ്ടി വന്നത് ബിദ്അഇകളായ ഖുബൂരി മുസ്ലിമീങ്ങളായിരുന്നു മാത്രം. എന്ത്? അള്ളാഹു റസൂൽ മക്കത്ത് മദീനത്ത് നേരിട്ടത് ആരെയാണ്? മുശ്രിക്കുകളെയാണെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് നേരിട്ടത് ഖുബൂരികളായ മുസ്ലിമീങ്ങളെ ആയിരുന്നു. ആരാ ഖുബൂരികളായ മുസ്ലിമീങ്ങൾ? ആരെ കുറിച്ചാ? സുന്നികളെ കുറിച്ച്. മക്കത്ത് ആദ്യം ഉണ്ടായിരുന്ന ആരായിരുന്നു? ഖുബൂരി മുസ്ലിമീങ്ങൾ. നമ്മളെ കുറിച്ച് പറയാം. അവരോട് ആയുധ പോരാട്ടം നടത്തി. കഴിഞ്ഞില്ല, പിന്നീട് ഇദ്ദേഹം കർബലയിൽ പോയിട്ട് അവിടെ ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ കൊന്നുകളഞ്ഞത്. വഹാബിസത്തിന്റെ ഭീകരമുഖം നമ്മൾ മനസ്സിലാക്കണം. ഇത് ശരിക്കും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. വഹാബിസത്തിന്റെ ഭീകരമുഖം മനസ്സിലാക്കണം. നമ്മൾ ഈ കാണുന്നൊന്നുമല്ല ഈ സാധനം. കർബലയിൽ നിന്ന് പാപങ്ങളായ ഒട്ടേറെ ആളുകളെ ഇവർ കൊല ചെയ്തു. കഴിഞ്ഞില്ല, പിന്നെയോ ഇനി കേട്ടോളൂ, നേരെ മദീനയിൽ പോയി. മദീനയിൽ പോയിട്ട് എന്താ ചെയ്ത് കേട്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ദേഹം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള ആഭരണങ്ങളും നിക്ഷേപങ്ങളും എല്ലാം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് മദീനത്ത് പരിശുദ്ധമായ മക്ബറയിൽ റൗള ഷെരീഫിൽ ആളുകൾ കൊണ്ട് നീർച്ചൊടുന്നിട്ടിരുന്നു. നമ്മുടെ കേരളത്തിലെ മക്ബറ പോലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ആ മക്ബറയിൽ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു. ആര്? വഹാബി പ്രസ്ഥാനം. കഴിഞ്ഞില്ല, കേട്ടോളൂ. ഈ നടപടികൾ
ജനങ്ങളിൽ കടുത്ത അമർഷവും സങ്കടങ്ങളും ഇളക്കിടുക സ്വാഭാവികമായിരുന്നു. ചരിത്രാവിഷ്ഠിഷ്ടങ്ങളും കലാസ്മാരകങ്ങളും നശിപ്പിച്ചു എന്ന് പരിതപിക്കുന്നവരുമുണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രവർത്തനം ജനങ്ങളിൽ വലിയ വെറുപ്പുണ്ടാക്കി. ഇത് നമ്മളല്ല പറയുന്നത്, ഇതെവിടെ പറയുന്നത്? ഇവരെ പുസ്തകത്തിനാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മഹത്തായിട്ട് പറയാ, റസൂലുള്ളാഹിന്റെ റൗള ഷരീഫ് കൊള്ളയടിച്ചു, അങ്ങനത്തെ മഹാനാണ് ഞങ്ങളുടെ നേതാവ് എന്ന്. ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. എന്തൊക്കെ ഇവർ ചെയ്തു കുട്ടി അറിയോ? എന്തൊക്കെയാണ് മക്കയിലും മദീനയിലും ചെയ്ത്? എത്ര പാപങ്ങളായ പണ്ഡിതന്മാരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. വഹാബി പ്രസ്ഥാനത്തിന്റെ കീഴിൽ പാവങ്ങളായ ഒട്ടേറെ ആളുകളെ ക്രൂരമായി കൊന്നുകളഞ്ഞു. യാതൊരു മടിയുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖവാരിജിയാക്കൾ ആരെ കൊന്നു? അലി റളിയല്ലാഹുവിനെ കൊന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹുവിനെ കൊന്നു. അബ്ദുല്ലാഹ് ഹബ്ബാബ് റളിയല്ലാഹുവിന്റെ ഭാര്യയെ വയറ് കീറിക്കൊന്നു. ഇതേപോലെ പാവങ്ങളായ മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊന്നുകളഞ്ഞു. ആരെ? വഹാബി പ്രസ്ഥാനം. ആ വഹാബി പ്രസ്ഥാനമാണ് പിന്നീട് നമ്മുടെ കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. 1921 ഞാൻ ഇതൊക്കെ എല്ലാം കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞു പോകുന്നത്. 1921 വഹാബി പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ കടന്നു വഹാബി പ്രസ്ഥാനം ഇതേ സ്വഭാവമായിരുന്നു. ഇതേ സ്വഭാവം. ഇവരെന്തൊക്കെ സ്വീകരിച്ചോ? എന്താ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാരണം പറഞ്ഞെന്താ? ഒന്ന്, കാഫറാക്കൽ. ആ പടി ശരിക്കും ഇവർ ചെയ്തു പോകുന്നു. ഞാൻ വായിക്കാം. കാഫറാക്കാൻ ഇവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ആർക്ക്? കേരളത്തിലെ വഹാബികൾക്ക്. നോക്കൂ നിങ്ങൾ, ഈ കാണുന്നത് മഹാനായ E.K. അസം മുസ്ലിയാർക്ക് ഇവർ അയച്ച കത്തിൻ്റെ കോപ്പിയാണ്. ആരയച്ച്? മുജാഹിദിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് E.K. അസം മുസ്ലിയാർക്ക് അയച്ച കത്തിൻ്റെ കോപ്പിയാണിത്. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? E.K. അസം മുസ്ലിയാർ, അസം മുസ്ലിയരെ, അസ്ലിം, നിങ്ങൾ മുസ്ലിം ആകണം, തസ്ലിം എങ്കിൽ താങ്കൾക്ക് രക്ഷപ്പെടാം. അതിൻ്റെ അർത്ഥം അസമുലിയർ ആരല്ല? മുസ്ലിമല്ല. മുസ്ലിമായാൽ തസ്ലിം, താങ്കൾക്ക് രക്ഷപ്പെടാം. വയില്ല, താങ്കൾ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ ഫഇന്ന അലൈക ഇസ്മ അത്ബായിക, താങ്കളോട് പിൻപറ്റിയുടെ കുറ്റമൊക്കെ താങ്കൾ ഏറ്റെടുക്കേണ്ടി വരും. അസം മുസ്ലിയെ കുറിച്ച് പച്ചയായി പറയുന്നു കാഫറാണ്. കഴിഞ്ഞില്ല. അതിൽ അസം മുസ്ലിയെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ആലിമീങ്ങളെ കുറിച്ചൊക്കെ എന്താ പറഞ്ഞതറിയോ? ഈ കാണുന്ന സൽസബീലാണ്. സൽസബീൽ ഒരു നോട്ടീസ് ഇറക്കി. എന്താ നോട്ടീസുള്ള വിഷയം എന്താ അറിയോ? ലോകത്തുള്ള മുശ്രിക്കുകളെ പരിചയപ്പെടുത്തുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു ജമിയത്തുൽ മുശ്രിക്കീൻ എന്ന സംഘടനയുണ്ട്. ആരാ പറയുന്നത്? ജനാബ് കെ ഉമർ മൗലവി എഴുതിയ സൽസബീലാണിത്. ഇന്നലെ എന്താ എഴുതുന്നത് കേട്ടോളൂ? ജമിയത്തുൽ മുശ്രിക്കീൻ, അഖില ലോക ജമിയത്തുൽ മുശ്രിക്കീൻ സംഘടന. അതിന്റെ പ്രസിഡന്റ് ആര് കേട്ടോളൂ? ഹാജി അംർ ബിൻ ഹിഷാം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ജമിയത്തുൽ മുശ്രിക്കീന്റെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് പിന്നെ സമസ്ത ലോക ജമിയത്തുൽ മുശ്രിക്കീൻ. പിന്നെ അതിന്റെ വൈസ് പ്രസിഡന്റുമാരൊക്കെയാണ്? ഒന്ന് പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അന്ന് പ്രസിഡന്റ് ആരാ? സമസ്ത കേരള ജമിയത്തുൽ പ്രസിഡന്റ് ആരാ? കണ്ണിയത്ത് ഉസ്താദ്. അബൂജഹലിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. എത്ര ഗൗരവമാണ് ഇതൊക്കെ! ഇതൊക്കെ നിസ്സാരമായി കാണാൻ പറ്റുമോ? ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദൊക്കെ? ഒരു കാര്യം റബ്ബിനോട് ചോദിച്ചാൽ ഉടൻ തന്നെ ഉത്തരം കിട്ടിയ മഹാനായിരുന്നല്ലേ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. മലപ്പുറം ജില്ല പുളിക്കലില് ചെറുമുറ്റം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. അവിടുത്തെ ആളുകൾ ചോദിച്ചാൽ ഇപ്പോഴും പറയും, അവിടെ മഴയില്ലാതെ വെള്ളമില്ലാതെ ആളുകൾ പ്രയാസപ്പെട്ട സമയം കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് വരണം, ദുആ ചെയ്യാൻ, മഴയില്ല. കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിച്ചു. ദുആ കഴിഞ്ഞപ്പോൾ മഴ പെയ്തില്ല. ആളുകൾക്ക് എണീറ്റ് പോകാൻ തുടങ്ങി. കണ്ണിയത്ത് ഉസ്താദിന്റെ സംഘാടകർ എന്നിട്ട് ചോദിച്ചു, ഉസ്താദെ പോകല്ലേ? മൈക്ക് ഓഫാക്കിയിരുന്നില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, കണ്ണിയത്ത് അഹമ്മദിനെ ഇവർ കൊണ്ടുവന്ന് മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. മഴ പെയ്യാതെ കണ്ണിയത്ത് അഹമ്മദ് ഇവിടുന്ന് എണീക്കൂല. നമ്മളൊക്കെ പറഞ്ഞാൽ ഈത്തിക്കാഫിന് നിയ്യത്തും വെച്ച് അവിടെ ഇരിക്കേണ്ടി വരും. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കിന് സുബ്ഹാനല്ലാഹ് ശക്തമായ മഴ പെയ്തു. അതാ കണ്ണിയത്ത് ഉസ്താദ് സാധനം. ആ കണ്ണിയത്ത് ഉസ്താദിനെ ആരെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുന്നത്? ഒന്ന് അബൂജഹൽ, രണ്ട് കണ്ണിയത്ത് ഉസ്താദ്. അടുത്തത് പ്രസിഡന്റ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അന്ന് പൂക്കോയത്തങ്ങളെ തോന്നുന്നുണ്ട് യുവജന സംഘത്തിന്റെ പ്രസിഡന്റ്, PMC പൂക്കോയത്തങ്ങൾ. 3 ചെയർമാൻ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. 4 പത്രാധിപർ സുന്നി ടൈംസ്. പിന്നെ പത്രാധിപർ അന്നസീം, പത്രാധിപർ അൽ ജലാൽ, പ്രിൻസിപ്പൽ ജാമിയ നൂരിയ അറബി കോളേജ് ഷംസുൽ ഉലമ E.K. ഉസ്താദ്. ഇവരൊക്കെ ആരാ?
സമസ്ത ലോക ജമിയത്തുൽ മുശ്രിക്കീങ്ങൾ അങ്ങളാ. നേതാവാരാണ്? അബൂജഹൽ. ഖവാരിജിയത്തിന്റെ തന്നി പകർപ്പല്ലേ വഹാബിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞില്ല. ഏതെങ്കിലും വ്യക്തികളെ മാത്രമല്ല അവർ കാഫറാക്കിയത്. കഴിഞ്ഞില്ല. കേട്ടോളൂ നിങ്ങൾ, ഞാൻ വായിക്കാം. ചുരുക്കത്തിൽ മുഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുമ്പോൾ കുഫറിന്റെ 4 ഗണങ്ങളുണ്ട്. ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫറാകും. മുഹിദ്ദീൻ ഷെയ്ഖ് എന്നൊരു ഒറ്റവട്ടം വിളിച്ചാൽ 4 വട്ടം കാഫറാകും. നമ്മൾ വിളിക്കാറില്ലേ? നിങ്ങൾക്ക് പേടിണ്ടെന്ന് വിളിച്ചാൽ കാഫറാന്ന് പേടിയുണ്ടല്ലോ. യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒന്ന് ഉറക്കം വിളിക്കുക. ഉറങ്ങണവർക്കൊന്ന് ഉണർന്നോട്ടെ. നമ്മളെ ക്യാമ്പന്നെ ഉണർവാ അല്ലേ? ക്യാമ്പന്നെ ഉണർവാ. യാ ഗൗസ് യാ മുഹീദ്ദീൻ. ഒരു പ്രാവശ്യം വിളിച്ചാൽ 4 വട്ടം. ഇപ്പം നിങ്ങൾ എത്ര വട്ടം കാഫറായി? 2 വട്ടം വിളിച്ചപ്പോൾ ഇങ്ങനെ ഇതായി. തങ്ങൾക്ക് 10 വട്ടം കാഫറായി. ഓരോ കുത്തുബിയത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ എത്ര വട്ടം കുത്തുബിയത്തിൽ ചെല്ലും? 1000 വട്ടം. 10 വട്ടം കാഫറാവും. ഒരു മാസത്തിൽ 10 കുത്തുബിയത്തിൽ പങ്കെടുത്താൽ 40,000 വട്ടം കാഫറാവും. പച്ചയായി എഴുതി വെച്ചിരിക്കുക. കഴിഞ്ഞില്ല. അഞ്ഞു കേട്ടോളൂ. ഇയാള് ഈ കാഫറാക്കൽ വല്ലാതെ വ്യാപിച്ചപ്പോൾ, അസംമുസ്ലിയരെ കുറിച്ച് കാഫർ എന്നൊക്കെ ഉപയോഗിച്ചപ്പോൾ ഒരു കത്ത് വന്നു അദ്ദേഹത്തിന്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കാഫർ എന്ന് ശരിയല്ലല്ലോ, അതിന് മറുപടി കേട്ടോളൂ. മുസ്ലിയരെ ഒന്നുകൂടി കേട്ടോളൂ. മുഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവരും കാഫറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരും കാഫറാകുന്നു. കഴിഞ്ഞില്ല. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. റഷീദ് സാഹിത്യ കിതാബങ്ങൾ ഇസ്തിഹാസക്ക് തെളിവ് വെച്ച മറുപടി നിൽക്കുക. മറുപടി പറയുന്ന സാഹിത്യക്ക് എത്ര വട്ടം കാഫറാണ്? 1 വട്ടം എന്നല്ല, പിന്നെ 1000 വട്ടം കാഫറാണ്. ഇനി കഴിഞ്ഞില്ല. അപ്പൊ അസ്ലിം തസ്ലം എന്ന് പറഞ്ഞില്ലേ? അത് കേട്ടോളൂ. അസ്ലിം തസ്ലം പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ളവർ അസ്ലിം തസ്ലം എന്ന് പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരും കാഫറാകുന്നു. മുജാഹിദിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞു അത്ര വേണ്ടിയിരുന്നില്ല, ഒരു മതപണ്ഡിതനെ കുറിച്ച് കാഫർ എന്ന് പറയേണ്ടതില്ല. അപ്പൊ അതിന് മറുപടി, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവനും കാഫറാകുന്നു. തനി ഖവാരിജിത്തല്ലത്. ഖവാരിജിയാക്കളുടെ ശൈലിയല്ല, ഞാൻ കാണിക്കാം. ഖവാരിജിയാക്കളെ കുറിച്ച് ഇവരെന്നെ പറയുന്നുണ്ട്. ഖവാരിജിയാക്കളുടെ ശൈലി എന്താ? മുസ്ലിം ലോകത്തെ കാഫറാക്കലാണ്. ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കഴിഞ്ഞില്ല. നമ്മുടെ ഇമാമിയങ്ങളെ കുറിച്ചൊക്കെ ഇവർ ഈ ശൈലി ഉപയോഗിച്ചില്ലേ? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാ മുഹിദ്ദീൻ ഷെയ്ഖ്? ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ആരാ മുഹിദ്ദീൻ ഷെയ്ഖ്? ഇവരെന്നെ പറയട്ടെ. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവരുടെ ഒക്കെ വൈരുദ്ധ്യമാണ്. ഇത് മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇവരെഴുതിയ പുസ്തകമാണ്. ഇ.കെ. മൗലവി എഴുതിയ പുസ്തകമാണ് ഷെയ്ഖ് ജീലാനി. ഈ പുസ്തകത്തിൽ പറയുന്നു മുഹിദ്ദീൻ ഷെയ്ഖ് മുജദ്ദിദായിരുന്നു. മുഹിദ്ദീൻ ഷെയ്ഖ് ആരായിരുന്നു? മുജദ്ദിദായിരുന്നു. എന്താ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ? ഓരോ കാലഘട്ടത്തിലും ഓരോ 100 വർഷം കൂടുമ്പോൾ ഓരോ നൂറ്റാണ്ടിന്റെ തലക്കെയും അല്ലാഹു തആല ഒരു മഹാനബി നിയോഗിക്കാറുണ്ട്. ആ സമുദായത്തിന്റെ ദീനിന്റെ നവീകരണത്തിന് പറ്റുന്ന ഒരു മഹാനെ ഓരോ നൂറ്റാണ്ടിലും പറഞ്ഞേക്കാറുണ്ട്. എന്നാൽ 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാരാണ്? ഇവരെ പുസ്തകത്തിൽ പറയുന്നു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഓരോന്ന് വായിക്കാം. 1-ാം നൂറ്റാണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. 2-ാം നൂറ്റാണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആര്? ഈ ഷാഫിമാനെ കുറിച്ച് അവർ കൂടുതൽ സുല്ലമി വെച്ച്. ഷാഫിക്കൊന്നും വേണ്ടത്ര ഹദീസ് കിട്ടിയില്ല. ഷാഫി ഇയാൾ പറയണേടാ തോന്നുന്നു ഇയാളെ മടിയിലാണ് ആര് വളർന്നത്. ഷാഫിക്കൊന്നും വേണ്ടത്ര ഹദീസ് കിട്ടില്ല. അതിന് കാരണം പറഞ്ഞെന്തറിയോ? അദ്ദേഹം പറഞ്ഞ കാരണം രസകരമാണ്. അദ്ദേഹം പറഞ്ഞത് ഷാഫിയുടെ മരണത്തിന് ശേഷമാണ് സിഹാവ് സിത്ത ക്രോഡീകരിച്ചത്. 6 ഹദീസിന്റെ കിതാബ് ക്രോഡീകരിച്ചത് ആരെ മരണശേഷമാണ്. അതുകൊണ്ട് ഷാഫിക്ക് ആ ഹദീസ് ഓതാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ വേണ്ടത്ര ഹദീസ് എന്തായിട്ടില്ല. ഇയാൾക്ക് ഇങ്ങനെ പോയ നാളെന്ത് പറയും? മുഹമ്മദിന് വേണ്ടത്ര ഖുർആൻ കിട്ടിയിട്ടില്ല. കാരണം മുഹമ്മദിന്റെ മരണശേഷമാണ് ഖുർആൻ അല്ലേ? ഖുർആൻ ക്രോഡീകരിച്ചപ്പോഴാ. ഇതൊക്കെ പറയില്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനല്ല, പരിഹസിക്കാനല്ല, വേദന കൊണ്ട് പങ്കുവെക്കുകയാണ്. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരാ? ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. അതാരാ? 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് നമ്മള് മദ്ഹബിന്റെ ഇമാമ്. 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദോ നമ്മുടെ തരീഖത്തിന്റെ ഇമാമ്. നമ്മൾ ഭരണഘടന ഇത് എഴുതാറില്ലേ? 4-ാലൊരു മദ്ഹബ്, അല്ലെങ്കിൽ അതോടൊപ്പം എഴുതും 2-ാലൊരു ഇമാമിനെയാണ്. ആ 2 ആളുകൾ ആരാണെന്നാ പറയുന്നത്? ഓരോ നൂറ്റാണ്ടിലെ മുത്തുനബി പറഞ്ഞ മുജദ്ദിദീങ്ങളാണ്. ഇനി 4-ാം നൂറ്റാണ്ടിലോ ഖാദി അബൂബക്കർ ബാക്കിലാനി,
5-ാം നൂറ്റാണ്ടിൽ ഇമാം ഗസാലി, 6-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇവരെന്താ എഴുതി വെച്ചത്? ഇതവരുടെ അൽമനാറാണ്. ഇതവരുടെ അൽമനാറാണ്, ഇവരുടെ മുഖപത്രമാണ് അൽമനാർ. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമ്മളെ കയ്യിൽ ഒറിജിനൽ തന്നെ ഉണ്ട്. അൽമനാർ, അൽമനാറിൽ മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് വളരെ മോശമായി എഴുതി നോക്കൂ നിങ്ങൾ. യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവത് നാരായണ ശുദ്ധിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമനമ. ഈ സിദ്ധാന്തമാണ് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ തലയിൽ കയറിക്കൂടിയിരിക്കുന്നത്. ഒരു വലിയൊരു മഹാനെ പരിചയപ്പെടുത്തുന്ന രീതിയാണിത്. ആരായിരുന്നു മുഹിദ്ദീൻ ഷെയ്ഖ്? തൻ്റെ ഒരു പ്രസംഗത്തിന് 70,000 ആളുകൾ പങ്കെടുത്തിരുന്നു. എത്ര ആളുകൾ? അന്ന് 50,000 വാട്സൊന്നുമില്ല, ഒരു വാട്സുമില്ല, ഒരു മൈക്കില്ലാത്ത കാലത്ത് എങ്ങനെ കറാമത്തുകൊണ്ട് പ്രസംഗിച്ചു. ഒരു പ്രസംഗം കഴിയുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് 50,000 വാട്സ് വെച്ച് പ്രസംഗിക്കുന്നുണ്ട്, 5 ആൾ പോലും ഇസ്ലാമിലേക്ക് വരുന്നില്ല. അത് വേറെ കാര്യം. അന്ന് ഒരു വാട്സുമില്ലാത്ത പ്രസംഗം എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്? അത് IS ഉണ്ടെന്നല്ല ഇസ്ലാമിലേക്ക് വന്നത്. ഇവരുടെ ദഅവത്ത്, ഇവരുടെ സ്വഭാവം, ഇവരെ പ്രത്യേകമായ രീതികൾ കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. ആ മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ലോകം കണ്ട മഹാനല്ലേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മഹുല്ലാ. ബുഖാരിമാനെ കുറിച്ച് ചേർത്ത് ഇവരെന്താ പ്രസംഗിച്ചത്? ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കൂല. ആരെ കുറിച്ചാണത്? ഇമാം ബുഖാരിനെ കുറിച്ച് വാക്ക് ഉപയോഗിച്ച ശൈലി എങ്ങനെ? ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ സ്വീകരിക്കൂല. ഞാനൊരു ദിവസം മണ്ണാർക്കാട് എൻ്റെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, മണ്ണാർക്കാട് ഇനി പേര് പറയേണ്ട ആവശ്യമില്ല, മണ്ണാർക്കാട് തന്നെ എല്ലാവർക്കും അറിയാലോ. മണ്ണാർക്കാട് അങ്ങനെയാണല്ലോ. ഇവിടെ രാവിലെ വിശ്വസിച്ചല്ലോ മണ്ണാർക്കാട് വരെയാണല്ലേ. ഞങ്ങൾ ടൗണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു 19 വയസ്സൊക്കെ തോന്നിപ്പിക്കും, എടുത്തൊരു നോട്ടീസ് വന്നു. അതായത് ഓരോടെ പ്രസംഗമുണ്ട്, വരണതാണ്. അപ്പോൾ അവർക്ക് എന്നെ അറിയില്ല, ഞാൻ അറിയില്ല. ചോദിച്ചു ആരാ പ്രസംഗം വെച്ചു? അപ്പോൾ ഇതൊരു മൗലവി പറഞ്ഞു. അപ്പോൾ ഏത് വിഭാഗമാണ് ചോദിച്ചു. കുറേ വിഭാഗം ഉണ്ടല്ലോ ഇവർ. അപ്പോൾ മടവൂർ വിഭാഗമാണ്. അപ്പോൾ ഈ സിഹറൊന്നും ഇല്ലാത്ത ടീമാണ് വെച്ചു. ആ അതന്നെ, സിഹറൊന്നും ഇല്ല ഞങ്ങളായിക്കോട്ടെ. ആ സിഹറില്ല നിങ്ങളെ വാദം വെച്ചു. ആ സിഹറില്ലെന്നാണ്. അപ്പോൾ ഞാൻ സഹോദര, സഹിൽ ബുഖാരിയിൽ അള്ളാൻ റസൂലിന് സിഹർ ബാധിച്ചെന്ന് ബുഖാരിയില്ലേ ചോദിച്ചു. അതിൽ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞ വാക്കെന്താ അറിയാം? അത് ബുഖാരിക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിച്ചു നീ ബുഖാരി ഓതിക്കണോ വെച്ചു? ഇല്ല. സഹിൽ ബുഖാരി നീ കണ്ടിട്ടുണ്ടോ വെച്ചു? ഇല്ല. പിന്നെ അത് മൗലവിമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണ് ഈ സമുദായത്തെ അവർ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്? ഈ സമുദായത്തെ എവിടേക്ക് കൊണ്ടുപോകുന്നു? കാരണം നിങ്ങൾ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം കാഫറാക്കുന്ന രീതിയാണ് കേരളത്തിലെ വഹാബികൾ സ്വീകരിച്ചത്. ഇതിലാരക്കപ്പെട്ടു? ഞാൻ ഈ വായിച്ചതിൽ കേരളം കണ്ട വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒന്നടങ്കപ്പെട്ടു. ഇനി കഴിഞ്ഞോ രണ്ടാമത്തെ അക്രമ രീതിയിൽ ഇവരും ഒട്ടും കുറവല്ല. ഖവാരിജിയാക്കൾ അതേ പകർപ്പാണ്. ഞാൻ പറഞ്ഞു ലോകാടിസ്ഥാനത്തിൽ വഹാബിസമെങ്കിൽ അതേ പകർപ്പ് തന്നെ കേരള വഹാബിസം. ഇതേതാ സാധനം? മുജാഹിദ് ജില്ലാ സമ്മേളനം സുവനീറ, മലപ്പുറം ജില്ലാ സമ്മേളനം സുവനീറ. ഇതിൽ ഞാൻ വായിക്കാം. ഇതിൻ്റെ 67-ാമത്തെ പേജ്. ഇതിൻ്റെ 67-ാമത്തെ പേജിൽ ഹെഡിങ് നോക്കൂ നിങ്ങൾ. വിഗ്രഹധ്വംസനം. എന്ത്? വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. എന്തിനാ ഇപ്പം ഈ വിഗ്രഹം എന്ന് പറഞ്ഞത്? വിഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ജാറം പൊളി. കേട്ടോളൂ. വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. ഇന്നിപ്പോൾ IS ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? IS ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? IS ഇമാം നബി റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ കൊണ്ടുപോയി മുട്ടയിച്ചു. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് അൽ-കബീരി ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ മഖബർ തകർക്കാൻ ശ്രമിച്ചു. എന്തിനേറെ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യം മദീനയിൽ പോയി പോലും അവർ സ്ഫോടനം നടത്തി. ഇവർ ചെയ്ത പണി നോക്കൂ നിങ്ങൾ. ജാറം പൊളിക്കൽ. കേട്ടോളൂ. നേരെ ഒരു പേരിട്ടെന്താ? തൗഹീദിന്റെ ആളുകൾ. വെള്ളിയാഴ്ച ഖുത്ബക്ക് ശേഷം പൊളിക്കാനായിരുന്നു തീരുമാനം. ജുമ കഴിഞ്ഞ് പോയിട്ട് പൊളിക്കാനാണ് തീരുമാനം. അങ്ങനെ ഇവർ പോയി കുറെ ആളുകളെയും കൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കേട്ടോളൂ. എന്നിട്ട് ഇവർ പറയാ ജുമഅക്ക് ഖുത്ബക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. ധീര മുജാഹിദുകൾ ജാറം പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മുഹമ്മദ് നബിയും സഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയത് ഭരണാധികാരം ലഭിച്ച ശേഷമായിരുന്നു. നാട് ഫത്ഹായതിന്റെ ശേഷമായിരുന്നു. എന്നാൽ എടവണ്ണയിലെ മുജാഹിദുകൾ ഫത്ത് ആകുന്നതിന് മുമ്പ് തന്നെ ജാറം പൊളിക്കാൻ വേണ്ടി പുറപ്പെട്ടു. നബിക്കൊക്കെ മക്കം ഫത്ഹായതിന് ശേഷം പൊളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്നെ കളവാട്ടോ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു ജാറും പൊളിച്ചിട്ടില്ല. മുത്തുനബി ഒരു ഖബറും പൊളിച്ചിട്ടില്ല.
ഇനി പൊളിച്ചു സങ്കല്പിക്കുക. ആരാ ഖബർ പൊളിച്ചത്? ആരാ ഖബർ പൊന്തിച്ചെന്ന്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു റസൂലിന്റെ ഖബർ പൊളിക്കണമെങ്കിൽ ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടേ. ആരുണ്ടാക്കിയത്? അപ്പൊ അങ്ങനെ സംഭവമില്ല, അത് കളവാണ്. ഇത് പറയാം, റസൂലുള്ളാഹി തങ്ങൾ മക്കം ഫത്തഹിന്റെ ശേഷമാണ് യാറും പൊളിച്ചത്. ഞങ്ങൾ എടവണ്ണ ഫത്തഹാടിനെ മുന്നേ പൊളിച്ചു. ആദ്യമായി ജാറത്തിൽ ആയുധം പ്രയോഗിച്ചത് കല്ലുവെട്ടി ചേക്കുവായിരുന്നു. ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പേരാണ് കല്ലുവെട്ടി ചേക്കുവാണ് ആദ്യം പോയിട്ട് യാറം പൊളിക്കാൻ മുന്നിൽ ഇറങ്ങിയത്. അതിൽ കേസുണ്ടായപ്പോൾ കേസിൽ പ്രതിയായിട്ട് നിശ്ചയിക്കപ്പെട്ടത് എടവണ്ണ അലവി മൗലവിയായിരുന്നു. മുജാഹിദിന്റെ വലിയ നേതാവാണ്. അബ്ദുസ്സലാം സുല്ലമിയുടെ ഉപ്പയാണ് അലവി മൗലവി. കണ്ടോ, ശരി, ഖവാരിജ്യത്തിൻ്റെ തനി പകർപ്പാണ് കേരളത്തിലെ വഹാബിസം, ജാറം പൊളിക്കൽ. ഇങ്ങനെ ഇസ്ലാമിനെ നിരക്കാത്ത എല്ലാ കാര്യങ്ങളും, അല്ലാതെ ഇവർ സമുദായത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നുമല്ല. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഇപ്പൊ കേരളത്തിൽ തുടങ്ങിയതാ. ഇവരെല്ലാ നല്ല കാര്യത്തിനെതിരാണ്. ഞാൻ ഉദാഹരണം പറയാം. മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്ന സമയത്ത് അവർ കാര്യമായിട്ട് എതിർത്ത കാര്യങ്ങൾ എന്തൊക്കെയോ, ഈ ജാറും അതുപോലത്തെ കാര്യങ്ങൾ എതിർത്ത കൂട്ടത്തിൽ പിന്നെ അവർ എതിർത്തൊരു കാര്യമാണെന്ത്? ആധുനിക സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആധുനിക സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഏതൊക്കെ ഞാൻ വായിക്കാം. ടെലിഗ്രാഫ്, കമ്പിയില്ല കമ്പി, മോട്ടോർ വാഹനം, വണ്ടികളൊക്കെ മതം തൃപ്തിപ്പെടാത്ത വിധേയത്താണ്. എന്ത്? പെട്രോൾ ഒഴിച്ചുള്ള വണ്ടി റസൂലുള്ളാഹിന്റെ കാലത്തില്ല, അതുകൊണ്ട് വിധേയത്താണ്. ബൈക്ക് പോകാൻ പാടില്ല, കാറ് പോകാൻ പാടില്ല. പിന്നെയോ ടെലിഗ്രാഫി, ഫോൺ റസൂലുള്ളാഹിന്റെ കാര്യത്തിലല്ലോ. ഇപ്പൊ ദമ്മാജ് സലഫികൾ പോയി പറഞ്ഞു. അവരിപ്പോ എന്താ പ്രശ്നം? അവർ പറയുന്നത് എന്താ? അള്ളാഹു റസൂൽ ജീവിച്ചത് ആട് മേച്ചുകൊണ്ടാണ്, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം? ശരിയാണ്. ഇവരെങ്ങനെ അങ്ങോട്ട് എത്തിയത് യമനിലേക്ക്? എങ്ങനെ യമനിലേക്ക് പോയത്? ഫ്ലൈറ്റിൽ. നബി എത്ര ഫ്ലൈറ്റിലാണ് കയറിയത്? അല്ല, അത് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഇവർ യമനിലേക്ക് പോയത് എങ്ങനെയാണ്? ഫ്ലൈറ്റിൽ. നബി എങ്ങനെ സഞ്ചരിച്ചത്? ഫ്ലൈറ്റ് കയറിക്കണോ? അള്ളാഹു റസൂൽ വല്ലപ്പോഴും ഒരു ഫ്ലൈറ്റ് കയറിക്കണോ? നബി പോയതൊക്കെ ഇങ്ങനെ ഒട്ടകപ്പുറത്ത്, അല്ലെങ്കിൽ കഴുതപ്പുറത്ത്, അല്ലെങ്കിൽ കുതിരപ്പുറത്ത്. അവരങ്ങനെ പോകണ്ടേ? അവിടെ അതില്ല. ഇവിടെ നിലമ്പൂരിൽ സ്ഥലമുണ്ട്. നിലമ്പൂരിൽ അത്തിക്കാട് എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു കേന്ദ്രമുണ്ട്. ഏതിൻ്റെ സ്ഥലമാണ്? ഈ ദമ്മാജികളുടെ സ്ഥലമാണ്. അവിടെയൊക്കെ ഇവർ പഠിപ്പിക്കുന്ന എന്താ അറിയോ? അള്ളാഹു റസൂൽ എങ്ങനെ ജീവിച്ച് അങ്ങനെ ജീവിക്കണം. എന്നിട്ട് അവിടെ കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ട് കുറേ ആടുകളൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരോട് ജീവിക്കുന്നു. ഇപ്പോൾ അവരാരും കാണാനല്ല. ഇപ്പം ഇവരൊക്കെ മുങ്ങിക്കാണ്. അള്ളാഹു റസൂൽ ഒരിക്കലും മുങ്ങിയിട്ടില്ല. ഇവരൊക്കെ മുങ്ങിക്കാണ്, കാണാനല്ല കിട്ടുന്നില്ലേ. ഇരിക്കട്ടെ, പിന്നെ പറയാം. ഇപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയാണ്, എന്താ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? ടെലിഗ്രാഫി പാടില്ല, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒന്നും പാടില്ല, ഒക്കെ ബിദ്അത്തുകളാണ്. ഒക്കുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തും പിഴച്ചാണ്. ഒക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ. അവ ബൈക്ക് പോയാൽ ഫിന്നാർ, കാറ് പോയാൽ ഫിന്നാർ. ഇവരുടെ സമുദായത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി എന്ത് കാര്യം ചെയ്തു എന്നായി പറയുന്നത്? ഇത് നമ്മളെ പുസ്തകമല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫസർ മുഹമ്മദ് കൊട്ടശ്ശേരി എഴുതിയ ഇവരുടെ വലിയ ചിന്തകനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ ചിന്തകനാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിലാണ് പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത്, വഹാബി പ്രസ്ഥാനം ഒരു കാലത്ത് ഇതിനെതിരായിരുന്നു. ഇതാണ് ഇവർക്ക് സംഭവിച്ചു വലിയ വലിയ പ്രശ്നങ്ങൾ. ഇതിന്റെ ഭാഗമാണ് ഇന്ന് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഖവാരിജ്യത്തിന്റെ പകർപ്പാണ് വഹാബിസം. വഹാബിസത്തിന്റെ തനി പകർപ്പാണ് കേരള വഹാബിസം. പിന്നൊരു പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾ വഹാബികളല്ല എന്ന്. ഇപ്പൊ ഇവർ പ്രചരിപ്പിക്കുന്ന അങ്ങനെയാണ്. വഹാബി എന്നുള്ളത് അത് സലഫികളല്ല, അത് വേറെ ടീമാണ്. ഇപ്പൊ പുതിയ ലക്കം ഷബാബിൽ അത് എഴുതിയിട്ടുണ്ട്. ഇവർക്ക് ഗതികേട് നോക്കി. നിങ്ങൾ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പേര് മാറ്റേണ്ടി വന്നല്ലോ. അത് കേരളത്തിലെ എല്ലാ പ്രസ്ഥാനത്തിനും നമുക്ക് മാത്രമേ ഉള്ളൂ. നോക്കൂ, മറ്റൊരുണ്ട് എക്കാലം വരെ ചുന്നിയാരുണ്ട്. ഇപ്പം എന്താ ഇത്? ഇപ്പോൾ മുസ്ലിം ജമാഅത്ത്. എന്തേ മുസ്ലിം ജമാഅത്ത്? മറ്റൊരു NDF എന്നൊക്കെ പറഞ്ഞ് വന്ന ടീമോ സോളിഡാരിറ്റി, അല്ലെന്താ സുഡാപ്പി, അല്ലേ? അങ്ങനെ ഓരൊക്കെ പേര് മാറ്റി. കേരളത്തിൽ പേര് മാറ്റാതെ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അത് സമസ്ത കേരള ജമിയത്തിലും മാത്രമാണ്. വേറെ ആൾക്ക് കഴിയില്ലല്ലോ, വേറെ ഒരൊന്നിനും കഴിയില്ലല്ലോ. ഇപ്പൊ ഇത് നോക്കും, നിങ്ങൾ ഇത് എഴുതി നോക്കും, ഞങ്ങൾ വഹാബികളല്ല. പച്ചയായിട്ടുണ്ട്. ഇതാണ് ഇത്രയും കാലം എല്ലാവർക്കും അറിയില്ലേ ഉണ്ടോ ആരാണ് വഹാബികൾ എന്നൊരു ഹെഡിങ്ങാണ്. ആ ഹെഡിങ്ങിന്റെ കീഴിൽ പറയുന്നത് ഹിജറ 2-ാം നൂറ്റാണ്ടിൽ മൊറോക്കയിൽ പ്രവർത്തിച്ചൊരു ഭീകര സംഘമാണ് വഹാബികൾ. ഞങ്ങൾക്കൊരു ബന്ധമില്ല. എന്നാ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഇതേ പുസ്തകം എഴുതിയതാരാ? ആരുതാ? ഇത് മടവൂര് ഭാഗത്തിന്റെ ഉമർ സുല്ലം എഴുതിയ പുസ്തകമാണെങ്കിൽ, ലേഖനമാണെങ്കിൽ, അതേ പ്രസ്ഥാനത്തിന്റെ മരണപ്പെട്ടുപോയ പ്രസിഡന്റാണ് പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി.
അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ പുസ്തകത്തിന് കിതാബ് നോതണ്ട, എല്ലാതും വാങ്ങണമെന്നുള്ളൂ. ഇപ്പം ഞാൻ ഇത് എടുക്കുമ്പോഴൊക്കെ പഴയതൊന്നും എടുത്ത് നോക്കും. അപ്പം ഇതിന് മറുപടി എവിടെ ഉണ്ടാവും? പഴയലുണ്ടാവും. പഴയന് മറുപടി പുതിയലുണ്ടാവും. സുഖമാണ്, വലിയ പണിയൊന്നുമില്ല, കൂടുതൽ ഓതൊന്നും വേണ്ട. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ആരാ വഹാബികൾ. 107 പേജിൽ ഇദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. കേട്ടോളൂ. ലാഹിരികൾ, വഹാബികൾ, അഹ്ലുൽ ഹദീസ്, അൻസാറുകൾ എന്നിങ്ങനെ പല പേരുകളിൽ സലഫികളെ അറിയപ്പെടാറുണ്ട്. വഹാബി പറഞ്ഞാലും സലഫി തന്നെയാണ്, ലാഹിരി പറഞ്ഞാലും സലഫി തന്നെയാണ്, പിന്നെ അഹ്ലുൽ ഹദീസ് പറഞ്ഞാലും സലഫി തന്നെയാണ്. ഒക്കെ ഒന്നിനാണ് സാധനം. ഇത് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നുള്ളൂ, സാധനം ഒക്കെ ഒന്ന് തന്നെയാണ്. ആരാ പറയുന്നത്? ഇത് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി എഴുതിയ പുസ്തകമാണ്. പിന്നെ ഒരു വഹാബി പേര് മാറ്റാൻ കാരണം എന്താ? പേര് മാറ്റാൻ കാരണം വഹാബിസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ എന്തായിട്ട് അറിയപ്പെട്ടു കഴിഞ്ഞു? ഒരു ഭീകര സംഘടനയായിട്ട് അറിയപ്പെട്ടു. എത്രത്തോളം അറിയോ? ഇത് മുമ്പേ ഉണ്ട്, ഇപ്പൊ തുടങ്ങിയതല്ല. കാരണം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഞാൻ പറഞ്ഞില്ലേ, തനി ഭീകര സ്വഭാവത്തിനുടമയായിരുന്നു, തനി ക്രൂരനായിരുന്നു അദ്ദേഹം. സ്വന്തം പിതാവ് പോലും, നിങ്ങൾക്കറിയാം ഇതിന്റെ വേദന, സ്വന്തം പിതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഉപ്പ അബ്ദുൽ വഹാബ് പോലും മകന്റെ ഈ പ്രവർത്തനം ശരിയല്ലാത്തതുകൊണ്ട് നാടുവിടേണ്ടി വന്നു. അത് ഞാനല്ല പറയുന്നത്, ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒക്കെ ഈ ഒരു പുസ്തകങ്ങൾ വാങ്ങിച്ച അത്യാവശ്യം കയ്യിലുണ്ട്. മുഹമ്മദ് കൊട്ടശ്ശേരിയുടെ പുസ്തകത്തിൽ പറയുന്നു, സ്വന്തം ബാപ്പ പോലും മോനെ കൊണ്ട് പ്രയാസപ്പെട്ട് നാട് വിട്ടു എന്നാണ്. അത്രത്തോളം ദുഷ്ട പ്രവർത്തനത്തിന്റെ ഉടമയായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. അത് കാരണം ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പേര് പോലും എല്ലാവർക്കും പേടിയായിരുന്നു. എത്രത്തോളം കേരള ചരിത്രമല്ല, ഇന്ത്യൻ ചരിത്രത്തിൽ കാണാം, ഈ പേര് ഞങ്ങളെ പേരല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുള്ളൂ. വഹാബി എന്നാൽ തീവ്രവാദി എന്നോ റിബൽ എന്നാണ് അർത്ഥമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പേര് ഞങ്ങളെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ഞങ്ങൾ എന്ത് വിളിക്കരുത്? ഇന്നത്തെ ഒരു കട്ടകളെ നമുക്കൊന്ന് ഗുണോ ആലോചിച്ച് നോക്കൂ. ഈ ഒരു കട്ടകാലം നമ്മളൊക്കെ എന്നും പറയണേ, നമ്മൾ ആരാണ്? സുന്നികളാണ്. നമുക്ക് ഇത്ര സന്തോഷം അത് പറയാന്. ഇവർക്കോ? ഇപ്പൊ ഈ അടുത്തൊരു മുജാഹിദ് സഹോദരനോട് സംസാരിക്കുക, അവനോട് പറഞ്ഞറിയോ, ഞാൻ അങ്ങനെ മുജാഹിദ് ഒന്നല്ലോ, ആ പേര് വലിയ പ്രശ്നമായില്ലിപ്പോ. മുജാഹിദ്, ജിഹാദ്, ഇവർ കുടുങ്ങി, ആകെ കുടുങ്ങി. വഹാബി പ്രശ്നമായിട്ടാണ് ഇവരെന്ത് തുടങ്ങിയത്? മുജാഹിദ് പേരിട്ടു. മുജാഹിദ് അതിലേറെ പ്രശ്നമായി. അങ്ങനെ സലഫി ഇട്ടു. ഇപ്പൊ സലഫി അതിലേറെ പ്രശ്നമായി. കാരണം ഇതൊക്കെ ഒരു കുരുത്തക്കേടാണല്ലോ. ഇപ്പൊ സലഫി അതിലേറെ പ്രശ്നമായി. ഇപ്പോ ഇവർ പറഞ്ഞു ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാരെന്നാണ്. ഇപ്പൊ ഏറ്റവും പുതിയ ലക്കം ഇസ്ലാഹ് മാസിക ഞാൻ വായിക്കാം. ഇസ്ലാഹ് മാസികയിൽ പറയുന്നത്, ഇവർ പറയണത് കേരളത്തിലെ സുന്നികളോ ജമാഅത്തുകാരോ ഒന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, ഞങ്ങളാണ്. ഈ ഞങ്ങളാരാ? ഇവർ പറയുന്നു കേരളത്തിലെ നിലവിലുള്ള മുജാഹിദും സുന്നിയല്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാർ. ആരാണ് ഈ കുറച്ച് ആൾക്കാർ? അവരാണ് ദമ്മാജികൾ. അവരാണ് ആര്? ദമ്മാജികൾ. ചുരുക്കി പറയാം, സമയം വളരെ വൈകിപ്പോയിട്ടുണ്ടല്ലോ. നോക്കൂ, ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയാണ്, ഞങ്ങൾ മാത്രമാണെന്ത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഇത് അൽ ഇസ്ലാഹ് മാസിക 2015 മെയ് 3 ഇറങ്ങിയ ഇസ്ലാഹ് മാസികയാണ്. ഇതിൽ പറയുന്നത് കേട്ടോളൂ, കേരളത്തിലെ സുന്നികൾ ജമാഅത്ത് ഇസ്ലാമി ഇവരൊന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാരല്ല. ഇനി കേട്ടോളൂ, അഹ്ലുസുന്നയുടെ അവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന മറ്റൊരു കൂട്ടരുണ്ട് കേരളത്തിൽ, മുജാഹിദ് സംഘടനക്കാർ. ആരാ എഴുതുന്നത്? ഇതാരാ എഴുതുന്നത്? മുജാഹിദ്. നമുക്കറിയാം, നമുക്കതിൽ ഏറ്റവും കൂടുതൽ മോശമായ ലേഖനം ഇത് മാസികത അൽ ഇസ്ലാഹ്. ഞാനൊക്കെ പണ്ട് പ്രസംഗിക്ക് പറയുന്നത് ഇസ്ലാഹ് അല്ല ഇഫ്സാദാണ്. ഇതെന്താണ്? ആ പേര് വളരെ മോശമുള്ള പേരാണല്ലോ. കാരണം ഖുർആൻ പറഞ്ഞു, ഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നാട്ടിൽ ഫസാദ് ഉണ്ടാക്കണ്ടെന്ന് അവർ പറഞ്ഞാൽ അവർ പറയുമത്രേ, ഞങ്ങൾ ഇസ്ലാഹികളാണ്, ഞങ്ങൾ മുസ്ലിഹികളാണ്. അല്ലാഹു പറഞ്ഞാൽ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ ഇസ്ലാഹികളാണ് പറഞ്ഞു നടക്കും. പക്ഷെ അവരാരാണ്? മുഫ്സിദീങ്ങളാണ്. നമ്മൾ അന്ന് പ്രസംഗിച്ചവർ കളിയാക്കി. ഇപ്പൊ മുജാഹിദിലെ മറുവിഭാഗം ഈ മാസത്തെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് അറിയോ? അതൽ ഇസ്ലാഹ് അല്ല, അൽ ഇഫ്സാദാണെന്നാ നമ്മൾ ഉസ്താദുമാർ പണ്ടേ പറഞ്ഞു. ഇപ്പൊ നോക്കൂ, ഇതിൽ പറയുന്നു മുജാഹിദ് സംഘടനക്കാർ അവർ സുന്നത്ത് ജമാഅത്തല്ല. കാരണം വിവിധ വിഭാഗങ്ങളായി പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ഒരു ഗതി വരാനുള്ള പ്രധാന കാരണം സലഫികൾ എന്ന് അവകാശപ്പെടുന്ന ഇവർ സലഫിയത്തിനെയും സലഫി മൻഹജിനെയും പരിഹസിക്കുകയും സലഫി ഉലമാക്കളെ ലോകം തിരിയാത്തവരെ മുദ്രകുത്തുകയും ചെയ്യുകയാണ്. കൂടാതെ ഷിർക്ക് ബിദഅത്തുകൾക്കെതിരെ സമുദായത്തെ ബോധവൽക്കരിക്കുന്നതിൽ മാത്രം തങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നു. എന്താ പറയുക പ്രശ്നം? ഇവർക്ക് കയറുന്ന ആകെ എന്തേ പറയാനുള്ളൂ?
കേരളത്തിലെ മുജാഹിദുകൾക്ക് ഷിർക്ക് ബിദഅത്ത് എന്നുള്ളൂ, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇവരൊന്നും യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആൾക്കാരല്ല. ഇനി കേട്ടോളൂ, അത് രസം. ഇനി പറഞ്ഞെന്താ അറിയോ? ഇവർ ആര്? കേരളത്തിലെ മുജാഹിദുകൾ സത്യത്തിൽ മുഅ്തസിലത്തിന്റെ ആളുകളാണ്. ആരാ മുഅ്തസിലത്ത്? ആരാ മുഅ്തസിലിയാക്കള്? ഖവാരിയത്തിന്റെ തനി പകർപ്പായ മറ്റൊരു ബിദഅ സംഘടനയാണ് ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയ മുഅ്തസിലിയാക്കൾ. ആ മുഅ്തസിലിയാക്കളെ തനി പകർപ്പാണ് കേരളത്തിലെ മുജാഹിദ് എന്ന് പറയുന്നു. ആര്? നമ്മളല്ല പറയുന്നത്. ആരാ പറയുന്നത്? മുജാഹിദുകൾ തന്നെ പറയുന്നു. അപ്പൊ ഇനി മാർഗം എന്താ? ഇനി ഇതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഇവർ പറയുന്നു നമുക്ക് യമനിലേക്ക് പോകാം. എവിടേക്ക് പോകാം? യമനിലേക്ക് പോകാം. ഇപ്പൊ തുടങ്ങിയതല്ല കേട്ടോ. നമ്മളിപ്പോ ഈ തൃക്കരിപ്പൂരിന്നും പടന്നീന്ന് ഒരു കുറച്ച് ആൾക്കാരെ കാണാതായപ്പോൾ നമ്മൾ അറിയുന്നത് ഇവർ പറയുന്നു ഞങ്ങൾ 10-15 വർഷമായി യമനിലേക്ക് പോക്കൊടങ്ങിയിട്ടെന്നാണ്. എവിടെ പോക്കൊടങ്ങിയിട്ട്? യമനിലേക്ക് പോക്കൊടങ്ങിയിട്ട് 15 വർഷത്തോളമായി. എവിടെ നിന്ന്? കേരളത്തിൽ നിന്ന് യമനിലേക്ക് ഒരുപാട് ആളുകൾ മുമ്പേ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്താ യമനിൽ പോയാലുള്ള ഗുണം? യമനിൽ പോയി കഴിഞ്ഞാൽ യമനിലെ ദമ്മാജ് എന്ന സ്ഥലത്ത് ദാറുൽ ഹദീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെയുള്ള വിജ്ഞാനം അപാരമാണ്. അത് പഠിക്കാനാടേക്ക് പോകുന്നത്. എവിടെ പോകുന്നത്? യമനിലെ ദമ്മാജിലേക്ക്. ആരാണ് യമനിലെ ദമ്മാജിന്റെ സ്ഥാപകൻ? അതുകൊണ്ട് മനസ്സിലാക്കണം എന്നല്ല. എന്താണ് ഈ ദമ്മാജ്? നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ യമനിലെ ദമ്മാജിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സൗദിയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിച്ച ഒരാളാണ്. സൗദി യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിച്ചു പോയ മുഖ്ബിൽ ബിൻ ഹാദി, എന്താ ഞങ്ങളുടെ പേര്? ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദഇ. പേര് കുറച്ചുണ്ട് കേട്ടോ. എന്താ പേര്? മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദഇ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ദമ്മാജിന്റെ സ്ഥാപകൻ. ഇവർ പുസ്തകത്തിൽ പറയാം. എന്നാൽ ഇയാൾ ഏതാ സാധനം? നമ്മൾ പറയേണ്ട ചന്ദ്രിക ദിനപത്രം പറയട്ടെ. ഈ സമസ്തക്കാരെന്തുണ്ടാക്കി, ഇവിടെ വഹാബികളൊക്കെ തീവ്രവാദം പ്രശ്നം ഉണ്ടാക്കി എന്നൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മൾ പറയേണ്ട എത്ര മുമ്പ് ചന്ദ്രിക ദിനപത്രം ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. ചന്ദ്രിക ദിനപത്രം എഴുതി, വിചിന്തനം എഴുതി. ഇപ്പൊ എന്താ വിചിന്തനത്തിന്റെ ആൾക്കാർ പറയുന്നത്? സമസ്തക്കാർ മുജാഹിദുകളെ കുറിച്ച് IS ബന്ധം ആരോപിക്കുകയാണ്. നമ്മൾ ആരോപിച്ചിട്ടില്ല. നമ്മൾ ആരോപിക്കുന്നതിന് എത്രയും മുമ്പ് ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുണ്ട്, വിചിന്തനത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കണ്ടേ? നമ്മൾ അതൊന്നും ആരോപിച്ചിട്ടില്ല. നമ്മൾ ഇവരാരെ കുറിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആലിമ്യങ്ങൾ ഈ വിഷയത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം എന്താണ് അവർ നടത്തിയെന്നുള്ളൂ. ആ വിഷയം പിന്നീട് പറയാം. എന്തായാലും ഈ വിഷയത്തിൽ, ഈ ദമ്മാജികളുടെ വിഷയത്തിൽ ചന്ദ്രിക ദിനപത്രം 2015 ചന്ദ്രിക ദിനപത്രം വ്യക്തമായിക്കൊണ്ട് ഇതിനെക്കുറിച്ച് എഴുതി. 2015 ഏപ്രിൽ 9 ചന്ദ്രിക ദിനപത്രത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തിന്റെ നേതാവായ ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദിയെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതി. എന്തൊക്കെ അതിനെക്കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ എന്തൊക്കെ എഴുതിയിരുന്നത്? ഒന്ന്, ഈ ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന വ്യക്തി ഹറം ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. എവിടെ? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിട്ട് തടവിലായ വ്യക്തിയാണ് ആര്? ഷെയ്ഖ് മുഖ്ബിൽ. ഇത് നമ്മളല്ല പറയുന്നത്. എവിടെ പറയുന്നത്? ഒന്ന് വിചിന്തനത്തിലാണ്, ഒന്ന് ചന്ദ്രിക ദിനപത്രത്തിലാണ്. ആ ആളത്തേക്കാണ് ആര് പോണത്? കേരളത്തിൽ നിന്ന് തൃക്കരിപ്പൂരിൽ നിന്നും പടന്നയിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ ദീൻ പഠിക്കാൻ പോണത്. കേരളത്തിൽ ദീനില്ല. എന്നിട്ട് എടുക്കുക ദമ്മാജിക്ക് പോവുക. കഴിഞ്ഞില്ല. പിന്നെയോ അടുത്ത കേട്ടോളൂ, വിചിന്തനത്തിൽ എഴുതുന്നു, അതോടൊപ്പം തന്നെ ചന്ദ്രികയിലേക്ക് എഴുതുന്നു. എന്താ അവരെ കുറിച്ച് എഴുതുന്നത്? ഇവർ പ്രശ്നം, ഇവർ IS ബന്ധവും ഇവരെ കുറിച്ച് വ്യക്തമായി എഴുതുന്നുണ്ട്. ആരെക്കുറിച്ച്? നമ്മൾ പറഞ്ഞൊന്നും ആക്ഷേപിക്കണ്ട. നമ്മൾ ഇവരെ കുറിച്ച് ആരെക്കുറിച്ചും IS ആരോപിക്കാനോ മറ്റോ നമ്മൾ പോകുന്നില്ല. നമ്മളെ രീതിയും അതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ ആവശ്യവുമില്ല. മജീദ് സ്വലാഹി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദമ്മാജ് സലഫികൾ ISമായി കൊണ്ട് ബന്ധം പുലർത്തുന്നവരാണ്. ഞാൻ IS ആരാ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. IS ശരിക്ക് ഖവാരിജാണ്. അത് നമ്മൾ പറയല്ല, അതാ ഇസ്ലാം മാസികയിൽ പറയുന്നു. അതേപോലെ ഒക്കെ ഇവരുടെ പുസ്തകത്തിലുണ്ടായി. നമ്മൾ വേറെ എടുക്കുമ്പോണ്ട. ISനെ കുറിച്ച് ശരിക്ക് പറയുന്നു. ഈ പുസ്തകത്തിന്റെ 34-ാമത്തെ പേജിൽ പറയുന്നു. 34-ാമത്തെ പേജിൽ പറയുന്നു എന്താണ് ഖവാരിജ്യത്ത് എന്ന് പറഞ്ഞിട്ട്. ഖവാരിജ്യത്തിന്റെ സ്വഭാവം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ ഖവാരിജ്യത്തിന്റെ പ്രത്യേകത? കേട്ടോളൂ. ഖവാരിജിയാക്കളുടെ പ്രത്യേകത എന്താ? ഖവാരിജികൾ
പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഖവാരിജുകളുടെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങൾ കുഫർ ആരോപിക്കലെന്ന് പണ്ഡിതന്മാർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ അറിയുന്നതാണ്. സഹാബികളെ വരെ ഖവാരിജുകൾ കാഫറായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മുസ്ലിമീങ്ങളോടാണ് യുദ്ധം ചെയ്യുക. ഖവാരിജുകാരോട് യുദ്ധം ചെയ്യുക, മുസ്ലിമീങ്ങളോട്. ബിംബാരാധകരെ, മുശ്രിക്കുകളെ വെറുതെ വിടുകയും ചെയ്യുന്നു എന്ന് കേട്ടുള്ളൂ. ഐഎസിനെ പരിചയപ്പെടുത്താം. ഐഎസിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ദായിഷ് എന്നാണ്. അറബിയിൽ ഉപയോഗിക്കുന്നത് ദായിഷ്. അതിനെക്കുറിച്ച് പറയുന്നു, പിഴച്ച സംഘമായി ദായിഷ് ഖവാരിജുകളെ ലൈനാ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പറയുന്നു? ഇവരുടെ മാസികയിൽ പറയുന്നു. കഴിഞ്ഞില്ല, ഇനി അടുത്ത ഇവരുടെ മാസിക തന്നെ, ഇവരുടെ സംവാദം എന്നുള്ള സ്നേഹസംവാദം എന്ന് പറയുന്ന മാസിക. ധാരത എം എം അക്ബറിന്റെ. എം എം അക്ബർക്കപ്പം ഇങ്ങനെ ഒളിഞ്ഞു നടക്കുക. എന്തിനാ ഈ കട്ടകാരത്തിന് നിന്നത്? ഒക്കെ ഒരു വല്ലാത്തൊരു ബന്ധങ്ങളാണല്ലോ. നമ്മളതൊക്കെ കൂട്ടി വായിക്കല്ല. ഇപ്പൊ ഇവർ നിരത്തി എല്ലാവരും എഴുതാൻ. ആർക്കതിൽ? എംഎൽഎ ദമ്മാജികൾക്കതിൽ. ഇവരൊക്കെ ഒരു കാലത്ത് അംഗീകരിച്ച ആളായി മുഖ്ബിൽ വാദി. സമസ്തൊരിക്കൽ അംഗീകരിച്ചില്ല ഇവരാരെയും. സമസ്തൊരിക്കൽ ഇവരെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. ഈ പുസ്തകത്തിൽ സ്നേഹസംവാദത്തിലും പറയുന്നു, ഖവാരിജുകളിലെ തനി പകർപ്പ് തന്നെയാണ് ആര്? IS. ആ IS-മായി കൊണ്ട് യമനിലെ ദമ്മാജികൾക്ക് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് SYS അല്ല, സുന്നി യുവജന സംഘമല്ല, SKSSF അല്ല, പിന്നെ ആരാ? ഇവര് തന്നെ ഒരു കാലത്ത് ആരോപിച്ചു. അത് നമ്മളൊന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ ഇവരിപ്പോ പറയാണ് IS സൂഫിയാക്കളാണ്. അല്ല, കഥല്ലേ. ഇപ്പൊ പറയാം സൂഫിയാക്കളാണ് ഈ അക്രമങ്ങൾക്ക് പിന്നിൽ. സൂഫിയാക്കൾക്ക് ഈ ലോകത്തോട് ഒരു ബന്ധമല്ല, എന്നിട്ടല്ല അക്രമം ചെയ്യുന്നു. സൂഫിയാക്കളാണ് ഇസ്ലാമിലേക്ക് വരുത്തി എങ്ങനെ യുദ്ധം ചെയ്തിട്ടാണോ? ഒരു സൂഫി പോലും യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സൂഫിയാക്കൾ പ്രധാനിയല്ലേ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ. നമ്മൾ പറയണ്ട, ജമാഅത്ത് ഇസ്ലാമിന്റെ പുസ്തകം എടുത്തു നോക്കൂ. IPH പുറത്തിറക്കിയ പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ട കാര്യം. നമ്മൾ അവകാശവാദമൊന്നും പറയണ്ട. സൂഫിയാക്കളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. എങ്ങനെയാ? അജ്മീർ ഷെയ്ഖ് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു യുദ്ധത്തിനും പോയിട്ടില്ല. അജ്മീർ ഷെയ്ഖിന്റെ ദഅവത്ത് കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹിദ്ദീൻ ഷെയ്ഖ് മുഖേന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. കേരളം കണ്ട വലിയ മഹാന്മാരൊക്കെ സൂഫികളല്ലേ? മമ്പർ തങ്ങൾ സൂഫിയായിരുന്നില്ലേ? ഒളിയങ്കോട്ട് മൽക്കാൽ സൂഫിയായിരുന്നില്ലേ? മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ്, ഇവരൊക്കെ സൂഫിയാക്കളല്ലേ? ഇവരെ കൊണ്ട് സമുദായത്തിന് ദോഷം വരുന്ന വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പാണക്കാട് തങ്ങൾ ഏതെങ്കിലും ഹിന്ദുവിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പാണക്കാട് തങ്ങളെ കാലത്ത് ഒരു പേനാക്കത്തി പോലും പാണക്കാട് തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ. ചരിത്രത്തിൽ അങ്ങനെ കാണുന്നില്ലല്ലോ. പിന്നെ എന്തേ സംഭവിച്ചു പോയത്? ഇത് സൂഫിയാക്കളുടെ പ്രശ്നമല്ല, ഇവരുടെ പ്രശ്നമാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രസ്താവനയോട് ആവശ്യപ്പെട്ടത്. എന്തായിരുന്നു സമസ്തയുടെ പ്രസ്താവന? ഞാൻ വായിക്കാം. സമസ്തയുടെ പ്രമേയത്തിൽ എന്തേ ഉണ്ടായിരുന്നത്? സമസ്ത വേറൊന്നും പറഞ്ഞിട്ടില്ല. സമസ്ത പറഞ്ഞത്, സമസ്തയുടെ പ്രമേയത്തിൽ ഇതായിരുന്നാണ്. എന്താ? ഇന്ന് കുറെ ആളുകൾ ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ അണികൾക്ക് അനുവാദം നൽകിയതാണ് മുജാഹിദ് പ്രവർത്തകർ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റാൻ കാരണം. എന്നാ സമസ്ത പറഞ്ഞത്? സമസ്ത എത്ര പറഞ്ഞിട്ടുള്ളൂ? ഖുർആനും ഹദീസും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാൻ അനുയായികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ് അനുയായികൾ തീവ്രവാദത്തിലേക്ക് എത്താൻ കാരണം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്ന നിലപാട് ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടതാണ്. ഇത് സമസ്ത പറഞ്ഞിട്ടുള്ളൂ. അത് സത്യമാണ്. ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. നമ്മൾ മാത്രമല്ല. ഇതേതാ പത്രം? മാതൃഭൂമി പത്രം. ഇതൊരു ലേഖനം. ലേഖന TP അബ്ദുൽ കോയമദിനി. TP അബ്ദുൽ കോയമദിനി പറയുന്നു, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സലഫിയത്തൊക്കെ പുതിയ വ്യാഖ്യാനം കൊടുത്തിരിക്കുക. എന്താ വ്യാഖ്യാനം? വായിക്കാം. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ 3 തലമുറയുടെ വിശ്വാസം, കർമ്മം, സ്വഭാവം, ജീവിത വിശുദ്ധി തുടങ്ങിയ കാര്യങ്ങളിൽ അവലംബിച്ച രീതിശാസ്ത്രത്തിനാണ് സലഫിയത്ത് എന്ന് പറയുക. എന്ത്? ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ, അവരുടെ വിശ്വാസം, അവരുടെ കർമ്മം. ഞാൻ ചോദിക്കട്ടെ, അതിൽ പെട്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു? ഷാഫി റളിയല്ലാഹുവിന്റെ വിശ്വാസം, ഷാഫി റളിയല്ലാഹുവിന്റെ കർമ്മം, ഇത് ജീവിതത്തിൽ പകർത്താൻ തയ്യായ പ്രശ്നം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ പറയാണ് ആ മാർഗം പിൻപറ്റണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല.
സാധാരണ ഇവരെന്താ പറയാറുള്ളത്? ഒരു കുനൂത്ത് പറയുമ്പോഴേക്കും എന്താ പറയും? ഏയ് മക്കത്ത് കുനൂത്തുണ്ടോ അല്ലേ? നിസ്കാരങ്ങൾ ദ്വേർക്കാൻ പറഞ്ഞ ചോദിക്കുന്നത് അറബികളുടെ നിസ്കാരം ദ്വേർക്കുണ്ടോ? എന്നാ ഇപ്പൊ എഴുതിയിരിക്കുന്നു, നോക്കുന്നു, ഇപ്പൊ എഴുതിയിരിക്കുന്നു അറബി സലഫികളെ അനുകരിക്കുന്നതാണ് അബദ്ധം. ആര് പറയാ? TP പറയാ. ഇതുവരെ നമ്മളോട് ചോദിച്ചെന്താ? സ്റ്റേജിൽ കയറിയിട്ട് മക്കത്ത് നിസ്കാരം കഴിഞ്ഞ ദ്വയുണ്ടോ? മക്കത്ത് നിസ്കാരത്തിൽ കുനൂത്തുണ്ടോ? അറബികൾ എവിടെയാണ്? നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ആളുകൾ ഇപ്പോൾ പറയുന്നു അറബി സലഫികളെ അനുകരിക്കുന്നതാണ് അബദ്ധം. അന്ധമായ അനുഗ്രഹമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോളൂ, അറബിവൽക്കരണത്തിന്റെ സ്വാധീനത്തിൽ മതത്തിലേക്ക് കയറി വന്ന സംസ്കാരങ്ങൾ മതമാണ് തെറ്റിദ്ധരിച്ചതാണ് എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം. ഇതല്ലേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ. ഇത് സമസ്ത പറഞ്ഞാൽ സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പ്, ഇവർ പറഞ്ഞാൽ സമുദായത്തെ ഒന്നിപ്പിക്കലോ. എന്താണ് ഇതിന്റെ മാനദണ്ഡം? എന്താണ് ഇതിന്റെ മാനദണ്ഡം? കഴിഞ്ഞില്ല. കേട്ടോളൂ, പൂർവികരുടെ പാത സ്വീകരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലേക്കുള്ള പിന്നടത്തമായി ചിലർ ചിത്രീകരിക്കുന്നത് കാണാം. നമ്മൾ പറഞ്ഞ എന്നെ ഇവരും പറയേണ്ടത്, നമ്മൾ പറഞ്ഞു പൂർവികരുടെ മാർഗം സ്വീകരിക്കുന്ന യാഥാസ്ഥികർ, പഴഞ്ചന്മാർ, ലോകം തിരിയാത്തവർ എന്ന് നമ്മളെ കളിയാക്കി. ഇപ്പൊ TP പറയാണ് ഞങ്ങളൊക്കെ പറയുന്നത് പൂർവികരിലേക്ക് മടങ്ങണം എന്നാണ്. അത് മടങ്ങണം എന്ന് പറയുമ്പോൾ ദമ്മാജികൾ പറയാണ് എന്ത്? പഴഞ്ചന്മാരാണെന്ന് പറയാണ്, ലോകം തിരിയാത്തവരാണ് പറയാണ്. അത് ശരിയല്ല. നമ്മൾ പറയുന്നത് ആശയത്തിലേക്ക് ഞാൻ പേരണം മാറ്റി ആ സംഘടന പിരിച്ചുവിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്നത്ര ആവശ്യമുള്ളൂ, കൂടുതൽ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇന്ന് വഹാബി പ്രസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് IS എന്ന് പറയുന്നത്. ആ ISലേക്ക് അവരൊക്കെ ISന്റെ ആളുകളാണെന്നൊന്നുമല്ല നമ്മൾ ഈ പറയുന്നതിനർത്ഥം. പക്ഷേ അവരുടെ ചില വഴിവിട്ട ബന്ധങ്ങൾ പലതിലേക്കും അവരെത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ സമുദായത്തെ കാഫറാക്കുന്ന രീതി പച്ചയായിട്ട് മുമ്പ് ഒരുപക്ഷെ നിങ്ങളിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത് പഴയകാല ഇസ്ലാഹിൽ മാത്രമല്ലേ, അല്ല, പുതിയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മളെക്കുറിച്ച് പച്ചയായി കാഫർ എന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ഹെഡിങ്ങിൽ നോക്കും നിങ്ങൾ, കുബൂരികളോടുള്ള അഹ്ലുസുന്നിയുടെ നിലപാട്. ആരെ കുബൂരി എന്ന സാധനം? കുബൂരി പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയി എന്നല്ല അർത്ഥം, ഖബർ കിടക്കണമെന്നല്ല. നമ്മൾ ഖബറിന്റെ ആൾക്കാരാണ്. അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഖബറിന്റെ ആൾക്കാർ തന്നെയാണ്. അങ്ങോട്ടല്ലേ പോകേണ്ടത്, ഖബർക്കല്ലേ നമ്മൾ പോകേണ്ടത്. എന്നിട്ട് ഇതിൽ പറയുന്നു നമ്മളെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, ബുർദ ചെല്ലൽ, യാ അക്രമ ബൈത്ത് ചെല്ലൽ, ഇതൊക്കെ ശിർക്കാണ്, കുഫറാണ്. അത് ചെല്ലുന്ന ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇപ്പോ കാങ്കോൽ പള്ളിക്ക് ഇമാമാണ് ആര്? ഖത്തീബാണ് തങ്ങൾ ബുർദലല്ലേ. തങ്ങൾ പണ്ടൊക്കെ നല്ല ബുർദ ബൈത്തെല്ലാം പോയിരുന്ന ആളാണ്, നല്ല പാട്ടുകാരനാണ്. ബുർദ ഇപ്പോഴും ചെല്ലൂലേ? ഇപ്പൊ ചെല്ലാൻ പാടാൻ പോലെങ്കിലും ചെല്ലണല്ലേ. ഈ ബുർദ ചെല്ലുന്ന ആളെ പിന്നാലെ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, പച്ചയായിട്ടിരുന്നു അത് കുഫറിന്റെ അടയാളമാണ്. മാത്രമല്ല കുബൂരികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. എന്ത് കുബൂരികൾക്ക്? പിന്നെ എന്തിനാണ് ഇവരൊക്കെ നമ്മളെ നേതാക്കന്മാർ മരിച്ച് അവിടെ ഇങ്ങോട്ട് വരുന്നത്? കുബൂരികൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. പാണക്കാട് തങ്ങൾ ഇവരെ ഭാഷയിൽ പറഞ്ഞ കുബൂരിയല്ലേ, ചെറുശ്ശേരി സ്ഥാനം കുബൂരിയല്ലേ, കാളമ്പാടി സ്ഥാനം കുബൂരിയല്ലേ. പിന്നെയോ മുശ്രിക്കർത്ത് തിന്നാനും പറ്റൂല. ഇവരൊക്കെ കഴിക്കണേതാ? നമ്മുടെ നാട്ടിലെ പോത്തിനർത്ഥത് ആരക്ക പള്ളിക്കത്ത് മൊല്ലാക്ക മുമ്പ് 1-ാം നമ്പർ കുബൂരിയ. കാരണം കുത്തുബിയത്ത് കാര്യമായിട്ട് ഉസ്താമാർക്ക് ഉണ്ടാവില്ല, പണി ആയിരിക്കും പള്ളിയത്ത് മുക്കരിക്കായിരിക്കും. പിന്നെയോ അവരെ അനന്തരം എടുക്കാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല. ഈ പറയുന്ന ആളുകളൊക്കെ എവിടുന്ന കല്യാണം കഴിച്ചിട്ടുള്ളത്? സുന്നി തറവാട്ടെന്നല്ലേ. കുബൂരികളുമായിട്ട് വിവാദം പാടില്ല. പച്ചയായിട്ട് നമ്മളെക്കുറിച്ച് കുഫർ ആരോപിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയം കൂടുതലൊക്കെ പറയേണ്ടത് ആ സമയം നമ്മൾ പരിമിതമായത് കൊണ്ട് നിർത്തുകയാണ്. ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി. വഹാബിസം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒന്നല്ല, നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒന്നല്ല. ഇതിൻ്റെ ഭീകരമുഖം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. ഇത് നാട്ടിൽ പ്രശ്നമുണ്ടാക്കാനല്ല ഈ പറയുന്നത്. ഇത് ബോധ്യപ്പെടുത്തിയ ആളുകളെ സത്യപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ആലിമീങ്ങളൊക്കെ അവർക്ക് എത്ര നല്ലവരായിരുന്നു, എത്ര സ്വാലിഹീങ്ങളായിരുന്നു. അവരാരെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരു സമുദായത്തെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരു പ്രസ്ഥാനത്തെ അവർ വേദനിപ്പിച്ചിട്ടില്ല.
ഈ സമുദായത്തിന് ശരിയായ രീതിയിൽ ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുത്തവനാണ്. അവിടെ നമുക്ക് നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ മഹത്തുക്കളായ സ്വാലിഹ്യങ്ങൾ കാണിച്ചെന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൂർവികർ കാണിച്ചെന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ സ്വാലിഹ്യങ്ങൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. മുത്തഖീങ്ങൾ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ പൂർവികരായ ആളുകളെ കാഫറാക്കുന്ന മുശ്രിക്കാക്കുന്ന ഒരു ശൈലി ഒരു കാലത്ത് ഞങ്ങൾക്ക് നീ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. സ്വർഗ്ഗം നിർബന്ധമാക്കണേ റഹ്മാനെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സമാദരണീയരായ എൻ്റെ അഭിവന്യ ഗുരുവര്യർ കൂടിയായ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയങ്കരായ നേതാക്കളെ, സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രത്യേകിച്ച് SYSൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സുദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. വളരെ ചിന്താർഹമായ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് മനോഹരമായ ഒരു ക്യാമ്പ് പരിസമാപന വേളയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയ സംഗമത്തിൽ നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അഭിവന്ദരായ നമ്മുടെ ഉസ്താദുമാരും നേതാക്കളും നമുക്ക് വന്ന് പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആവശ്യമായ അറിവുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കും വിധത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഇത്തരം പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം നമുക്കും നാമുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ പൂർവികരാകുന്ന സമസ്തയുടെ സമുന്നതരായ ഉലമാക്കൾ, സാദാത്തുക്കൾ, നേതാക്കൾ, അതുപോലെയുള്ള പൂർവികരാകുന്ന മുഴുവൻ മഹത്തുക്കൾക്കും ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ക്യാമ്പിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഔദ്യോഗികമായ SYS പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പ്രഖ്യാപനം എന്നിൽ ഏൽപ്പിച്ചതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും വായിച്ചതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുകയും ചെയ്യണമെന്ന് ആദ്യമായി അറിയിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. SYS പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഐതിഹാസിക സമ്മേളനം 2017 ജനുവരി അവസാന വാരം 2 ദിവസങ്ങളിലായി പയ്യന്നൂരിൽ വെച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ സെഷനിലുണ്ടായിരുന്നതുപോലെ ആദർശ വിഷയത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ചോദ്യോക്താക്കൾക്ക് ചോദ്യം തുടങ്ങാവുന്നതാണ്. മൈക്കില്ലാതെ ചോദിക്കാം, പ്രശ്നമില്ല. മറുപടി മൈക്കിൽ വരും. റഷീദ് സാദി ഉസ്താദ് മറുപടി പറയുന്നതാണ്. കുറച്ച് വിഷയങ്ങൾ, ചെറിയ കുറച്ച് സംശയങ്ങൾ. എന്തായാലും 2-3 ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. നമുക്ക് കാര്യമായി നിലവിൽ മൈക്ക് സാദി സാർ, നമ്മുടെ ഈ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു മഹല്ല്, ആ മഹല്ല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു, റേഞ്ച് യോഗത്തിന് ശരിക്കും വരാതെയും ഇതെല്ലായി. അപ്പോൾ അവിടെ ഒരു ഹുദബി ഖത്തീബായി വന്ന ആ മഹല്ല് പൂർണ്ണമായിട്ട് സമസ്തൻ്റെ കീഴിലായി. മറ്റേ APക്കാർ അവിടെ നിന്ന് പുറത്താക്കി.
അപ്പോൾ ഒരു ദിവസം മഗ്‌രിബ് നിസ്കരിച്ച ആ ജമാഅത്ത് കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, ഇനി നമ്മുടെ SKSSFിൻ്റെ കുട്ടികളുടെ പരിപാടികളൊക്കെ മദ്രസയിൽ നടത്തണം. അങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മറ്റേ മൂപ്പൻ്റെ ആൾ ഗോയിന്ന എന്ന് പറഞ്ഞു. ഗോയിന്ന ആ അപ്പോൾ അയാളെ പറ്റി എന്താ നാട്ടുകാരൊന്നും ഇസ്ലാമെന്ന് പുറത്താകൊണ്ട് ജമാഅത്തിന് പുറത്താക്കുവാനെ കേട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വിധി? അതൊന്നും അറിഞ്ഞാൽ തിരക്കുള്ളതെന്നുണ്ട്. നമ്മുടെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. സ്ഥലം പറയണ്ടല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഒരു ചോദ്യം വന്നല്ലോ. അത് നമ്മൾ ഈ ആദർശം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ബിദഈ കക്ഷികളുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തർക്ക വിഷയങ്ങളിലുള്ള സംശയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒന്ന് ചോദിച്ചു, അതിന് മറുപടി പറയില്ല എന്നല്ല. ഏതായാലും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എൻ്റെ മാന്യ സദസ്സിനോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിയോ എന്നറിയില്ല. ഈ സദസ്സിൻ്റെ മുമ്പിൽ ഒന്ന് ആവർത്തിക്കാമെന്ന് മാത്രം. ഞാൻ മനസ്സിലാക്കിയത് ശരിയെന്നൊന്നും പറയുന്നില്ല. ഏറ്റവും സന്തോഷകരമായ ഒരു പ്രഖ്യാപനം ഒരു മഹല്ലിൻ്റെ പ്രസിഡന്റ് നടത്തി. ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ്. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് നിൽക്കുന്നൊരു മഹല്ല് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ കീഴ്ഘടകങ്ങളാകുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇനി മുതൽ ഈ മഹല്ലിൽ എല്ലാ പരിപാടികളും നടത്താനുള്ള എല്ലാ അനുവാദവും ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ സന്തോഷിച്ച് ആഘോഷിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന ഒരു തക്ബീറിൻ്റെ ധ്വനി സത്യവിശ്വാസികളൊക്കെയും ഉരവിട്ടപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരാൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗോവിന്ദ എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞ അർത്ഥം അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പോൾ അത് ഗോവിന്ദ എന്ന് പറഞ്ഞ ആളുടെ വിധി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ലേ? ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അർത്ഥമൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഉള്ള പോലെ പറയണമല്ലോ. അത് ഒരു പരിഹാസ വാക്കായിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കണം. ഗോവിന്ദ എന്നിട്ട് എന്തോ അങ്ങനെ എന്തോ ഒരു പാട്ടോ അങ്ങനെ എന്തോ അതെ, ഹിന്ദുക്കളുടെ ഒരു ദിക്റാണ് ഓം എന്നൊക്കെ പറയും പോലെ അങ്ങനെ ഉള്ള ഒരു ദിക്റാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, നമ്മളെ പരിഹാസ ഭാവേന പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം വാക്കുകൾ ഇപ്പോൾ ഹിന്ദു ആചാരങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ അവർ ആരാധനാ ഭാവത്തോടുകൂടെ പറയുന്ന അല്ലെങ്കിൽ വിശ്വാസത്തോട് പറയുന്ന വാക്കുകൾ ഒരു മുസ്ലിമിൻ്റെ ഭാവങ്ങളിലോ പ്രഖ്യാപനങ്ങളിലോ പറച്ചിലുകളിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് തനി കുഫ്രാൻ, സംശയമില്ല. വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ. അല്ലാത്തതാണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അയാളാണ് പറയേണ്ടത്. വിശ്വാസിയാണ് പറയേണ്ടത്. ഞാൻ വിശ്വാസപൂർവ്വം ചെയ്തതല്ല എങ്കിലും അത്തരം വാക്കുകൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു സംശയമില്ല. മഹാനായ നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമുദായത്തോട് അവരുടെ ഇത്തരം ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് നമ്മൾ സാദൃശ്യരാകുമ്പോൾ അവരിൽ പെട്ടവനാണ് എന്നതുകൊണ്ട് അവരെ കുഫ്ർ കൊണ്ട് വിധിക്കുക എന്നല്ല. അത് ഞാൻ പറഞ്ഞല്ലോ നേരെ. അതിൻ്റെ അസ്ലിയായ അടിസ്ഥാനപരമായി വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നയം വിശ്വസിക്കുമ്പോഴാണ് കുഫറും ഇസ്ലാമൊക്കെ വരുന്നത്. അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലാതെയാണ് പറഞ്ഞതെങ്കിലും അത്തരം സമുദായങ്ങളോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ഫിഖീൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമും കറാഹത്തൊക്കെയായി വരുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അയാളുടെ വിശ്വാസം നോക്കിയിട്ടേ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിനോ ഇല്ലേ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഈ ഒരു മറുപടിയാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. തൃപ്തികരമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത ചോദ്യം. മൈക്ക് ഹലോ, ഇതിൽ നമ്മളെ
കൂട്ടത്തിലുള്ള ലീഗുകാർ ആയ സഹോദരങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമായി ഉണർത്തിക്കൊണ്ട്, ലീഗിന് സലഫികളുടെ സ്വാധീനം ഒരുപാടുണ്ട്. ആ സലഫികളുടെ സ്വാധീനത്തിൽ നമ്മൾ സമസ്ത അവരുമായി ഇടപഴകുന്നതിൽ ചില ഭയപ്പാടുകൾ കാണിക്കും. നേരത്തെ അമ്പലക്കട ഉസ്താദിനോട് സംശയം ചോദിച്ച പോലെ ചില കാര്യങ്ങളിൽ ഭയപ്പാടോടുകൂടി കാണുന്ന സമീപനം നമ്മുടെ സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്നാണ് പറയുന്നത്, എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സംസ്ഥകളുടെ ജമിത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരുടെയെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഒരു തീരുമാനവും മാറ്റിവെക്കാറില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ സംസ്ഥ മുന്നോട്ട് പോകണം. അങ്ങനെ സമ്മർദ്ദം സംസ്ഥക്കില്ല. പിന്നെ ഓരോ പാർട്ടിക്കാർക്കും അവരുടേതായ ആ കാര്യങ്ങൾ പറയാം, സമസ്തക്ക് പറ്റാവുന്നതിനെ സ്വീകരിക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയൊന്നും സമസ്തൻ്റെ പിന്നാലെ ഇല്ല. സമസ്തത്തെ എടുത്ത തീരുമാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ വേണ്ട നേരത്തെ പറഞ്ഞതാണ് ഉസ്താദ് പറയണത്. മറ്റേ സുന്നി മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി അത്തരം വിഷയങ്ങൾ ചോദിക്കാം. ഈ കുത്രാത്തിനെ പറ്റി നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിപ്രായം? റാത്തീബിനെ കുറിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ നയവും നിലപാടും എന്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചോദ്യം ആവർത്തിക്കുന്നത് ചിലപ്പം മൈക്കിൻ്റെ പ്രശ്നം കൊണ്ട് ചിലർ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് പറയും. കുത്ത് റാത്തീബ് എന്ന് പറഞ്ഞാൽ കുത്തിക്കൊണ്ടുള്ള റാത്തീബ്, അതല്ലേ ഉദ്ദേശിക്കുന്നല്ലേ? കുത്തിക്കൊണ്ട് റാത്തീബ്. അങ്ങനെ നമ്മൾ മുമ്പേ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിൻ്റെ മഹത്വങ്ങൾ പറയുകയും ഷെയ്ഖ് റിഫായിയെ വിളിച്ച് കുത്തുകയും ചെയ്യുന്ന പഴയ നമ്മളെ ആലിമ്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അവരൊക്കെയും അതിന് അനുവാദം നൽകുകയും അങ്ങനെ നമ്മളൊക്കെയും മുമ്പ് വളരെ ആവേശത്തോടെയും വലിയ ആരവത്തോടുകൂടിയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത വലിയൊരു സംഗതിയാണ്. അതിൽ ഒരു പ്രശ്നവുമില്ല. എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യകർത്താവ് പറയേണ്ടത്. അതിൽ ഇസ്ലാമിന് വിരുദ്ധമായ ഒന്നും നമ്മൾ കാണുന്നില്ല. ഒന്ന് മഹാന്മാരെ മഹത്വം പറയലാണ്, മറ്റൊന്ന് മഹാന്മാരെ വിളിക്കലാണ്. ഇത് രണ്ടും എവിടെയും തെറ്റില്ലല്ലോ. പിന്നെ കുത്തുക എന്നുള്ളതാണോ എന്നത് ഉദ്ദേശിക്കുന്നെങ്കിൽ, തെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു വിഷമവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകൂല എന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ കത്തിയെടുത്ത് കുത്തിയാൽ നമ്മുടെ ശരീരം നശിക്കും, ശരീരത്തിന് മരണം ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിന് മുറിവുകൾ സംഭവിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കുത്താൻ പാടില്ല, തനി ഹറാമാണ്. അങ്ങനെ ഇല്ല എന്ന് ഒരാൾ ഉറപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. മഹാന്മാരാകുന്ന ഫുഖഹാക്കളൊക്കെയും ബിഗയിൽ അടക്കമുള്ള ഫിഖഹിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് അനുവദനീയമാണെന്ന് പ്രഖ്യാപിക്കുകയും മാത്രമല്ല, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരുപാട് അവിശ്വാസികൾ നമ്മൾ ഉണ്ടാക്കിയ കുടിച്ചാൽ ഉടനടി മരിച്ചു പോകുന്ന ഒരു വിഷം ഒരു ഗ്ലാസ്സിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കുടിക്കുമോ? എങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് നമ്മൾ കടന്നു വരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം ചൊല്ലിക്കൊണ്ട് ധൈര്യസമേതം കുടിച്ചു. അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. മഹാന്മാരാകുന്ന സ്വഹാബത്തിലെ ഇതറിഞ്ഞ ഒരു ആളും അതിനെ നിരാകരിക്കുകയോ അത് ഇസ്ലാമിക വിരുദ്ധാണെന്ന് പ്രഖ്യാപിച്ചതായി ഒരു രേഖയും നമുക്ക് കാണാൻ സാധിക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും പോറലും ഏൽക്കൂല എന്നുറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് മാത്രമല്ല, അത് പ്രത്യേകമായി മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം അതിൽ സംഭവിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? കഴിഞ്ഞോ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് സംഘടനാപരവും രാഷ്ട്രീയപരമൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ നേരത്തെ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് പിന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ചോദിച്ചതുകൊണ്ട് തന്നെ അവിടെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, മുസ്ലിം ലീഗിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ എല്ലാം ഉണ്ടാവും, ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രൂപവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടതും. അത് ശംസുൽ ഉലമയെ പോലുള്ള മഹാന്മാർ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നതും. ഇത്തരം ശ്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും വിമർശിച്ചു വന്നവരെയാണ് അന്ന് എതിർത്ത് നിർത്തിയതും. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും.
ഇവിടെ കുത്തുറാത്തീവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, കുത്തുബിയത്ത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കണ്ടുമുട്ടുന്ന സലഫി നമ്മോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എന്ത് ചോദിച്ചാൽ മറുപടി പറയണമെന്നാണ്? എന്താ ചോദിക്കുന്നത്? കുത്തുബിയത്തിനെ കുറിച്ച് അവർക്ക് പലതും ചോദിക്കാനുണ്ടാവല്ലോ. കുത്തുബിയത്ത് എന്തിന്, കുത്തുബിയത്ത് തെറ്റാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. തെറ്റല്ലേ? അതിന് മറുപടി പറയൂ. അതിന് മറുപടി പറയാം. എന്താ ചോദ്യം തിരിയുന്നില്ലല്ലോ. അപ്പൊ കുത്തുബിയത്ത് കഴിഞ്ഞു വരുന്ന ഒരാളോട് നീ കുത്തുബിയത്ത് ചൊല്ലിയത് അല്ലെങ്കിൽ നീ ആ പ്രവർത്തനം ചെയ്തത് നീന്റെ തനി ശിർക്കിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് നീ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചോദിച്ച ഒരാളോട് എന്താണ് മറുപടി പറയാം? നമ്മൾ ആദ്യം കുത്തുബിയത്ത് വിശദീകരിച്ചോട്ടെ. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത് ഗീതങ്ങൾ ആദ്യം നമ്മൾ പാടുന്നു, ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ബഹുമാനപ്പെട്ട മഹാനെക്കുറിച്ചുള്ള മഹത്വങ്ങൾ നമ്മൾ പറയുകയും പാടുകയും ചെയ്യുന്നു. അതിനുശേഷം മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനെ വിളക്കൊക്കെ കെടുത്തി നമ്മൾ വിളിക്കുകയാണ്, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജീലാനി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വിളിക്കുകയാണ്, ഇസ്തിഗാസ ചെയ്യുകയാണ്. അല്ലാഹുവേ, രണ്ടർത്ഥമാണ് യാ ഷെയ്ഖ് ജീലാനി എന്ന് പറഞ്ഞാൽ അതിനുണ്ടാവുക. ഒന്ന്, അല്ലാഹുവേ, ഈ മഹാനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുത്ത് നിന്നിലേക്ക് ഈ മഹാനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വിളിക്കുന്നു. ഇന്നി അതവസ്സുലു ഇലൈക ബിജാഹി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഒരർത്ഥാണ് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരർത്ഥം അങ്ങനെയാണ്. അല്ലെങ്കിൽ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ ബർസഖിയായി അവർക്ക് ചിലപ്പോൾ ദുനിയവിയായ തിരക്കുകളിൽ നിന്ന് പോലും അവർ അകന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തിരക്കുമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ബർസഖിയായ ചില കഴിവുകൾ അത് കൊടുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളെ കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അത് ചോദിച്ചാൽ നമുക്ക് അപ്പം പറയാം. അപ്പൊ അങ്ങനെയുള്ള ചില കഴിവിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കുകയാണ്. ആ വിളിക്ക് ഒരിക്കലും ശിർക്കോ കുഫറോ ആകുന്നില്ല. അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് വിശുദ്ധമായ ഖുർആൻ തന്നെ കാണിക്കാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ പോയി വിളിച്ചതും അല്ലാതെ വിളിച്ചതൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. ഒന്നിലും ഒരു വിഷയത്തിലും ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഒരുപാട് ഈ പറയുന്ന ആളുകളൊന്നും തെളിവൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ മുഖാമുകളും സംവാദങ്ങളിലൊക്കെ ഒരുപാട് തെളിവുകൾ പറഞ്ഞാലും നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന ഭാവമാണ് അവർ നടിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അതൊന്നും ശരിയല്ല. മഹാന്മാരാകുന്ന ഇമാമുകൾ ഷെയ്ഖ് ജീലാനി വിളിക്കുന്ന കുറിച്ച് തന്നെ അത് അനുവദനീയമാണെന്ന് വളരെ സവിസ്തരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാനായ ഇമാമുൽ റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവ റംലിയിൽ ഇങ്ങനെ വിളിക്കുന്നത് അനുവദനീയമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനോട് ഇങ്ങനെ വിളിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ ഇലാഹിൽ തെളിവ് പറഞ്ഞത്, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ഷരീഫയിൽ വന്നിട്ട്, നബിയേ ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്ത് മഴ കിട്ടാതെ വളരെ വിഷമം അനുഭവിക്കുകയാണ്, പ്രയാസത്തിലാണുള്ളത്, അതുകൊണ്ട് അങ്ങ് സഹായിക്കണം. ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴ തേടണ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷരീഫിൽ വന്ന് ചോദിക്കുകയും ബഹുമാനപ്പെട്ടവർ ചോദ്യത്തിന് ശേഷം വളരെ വിഷമിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മഴ ലഭിക്കാൻ പോവുകയാണ്, വിഷമയില്ല, പ്രയാസപ്പെടേണ്ട. ഈ സംഭവം ബഹുമാനപ്പെട്ട ഈ സ്വഹാബിവിദൻ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതുപോലെ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാരിക്ക് ശർഹ് എഴുതിയ പണ്ഡിതനാണ്, ബിദഈകൾ പോലും അംഗീകരിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ടവർ ഈ സംഭവം ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സംഭവം സ്വഹീഹാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ചോദിച്ച ആൾ ആരാണ്? ചില ബിദഈകളൊക്കെ പറയാറുണ്ട് ആരോ ചോദിച്ചു എന്നാ, ആളെ പറയുന്നില്ല. ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസനി എന്ന സ്വഹാബി വര്യനാണ്. ബഹുമാനപ്പെട്ടവരാ വന്ന് ചോദിച്ചത്. എന്നിട്ട് ആ സ്വഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു, മഴ ലഭിച്ചു. ഈ സംഭവം പോയിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, വലിയ ദീർഘമായ സംഭവമാണ്, വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയോട് സ്വപ്നത്തിൽ പറയുന്നുണ്ട്, നീ ഉമർ റളിയല്ലാഹുവിനോട് പോയി ഒരു നിർദ്ദേശം കൊടുക്കണം, മാ ആലു ഇല്ലാ മാ അജസ്ത അൻഹു എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നിർദ്ദേശം കേട്ടപ്പോൾ പറഞ്ഞു എന്നും മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നുണ്ട്. എന്തോ ആട്ടെ ചുരുക്കി പറഞ്ഞതാണ്, സ്വഹാബി വരുമ്പോ ഫഅഖബറ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ പോയിട്ടുണ്ട്, മഖാമിൽ പോയി, ഹുജറത്തു ഷരീഫയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയും മഴ വേണമെന്ന് പറയുകയും അവസാനം വിളിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിയപ്പോ എന്റെ സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കിനാവിൽ വന്നിട്ട് എന്നോട് മഴ ലഭിക്കുമെന്നും നിങ്ങളോട് ചില നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിന്റെ തനി രൂപമാണ്. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറയേണ്ടത്, നീ പോയത് ശരിയായില്ല, ഹുജറത്തു ഷരീഫിൽ പോകാൻ തന്നെ പാടില്ല, പോയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളോടാണ് നീ സഹായം തേടിയത്, ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. കൊടുത്ത നിർദ്ദേശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തെ ആ നിർദ്ദേശത്തെ അറിയിച്ചപ്പോ മാ ആലു ഇല്ലാ മാ അജസ്തു അൻ, എനിക്ക് ചെയ്യുന്നതൊക്കെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഭരണ വിഷയത്തിലെ ഒരു ഇടപെടലാണ് നടത്തിയത്. അപ്പോഴാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് മാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, എന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നിർദ്ദേശം കേട്ടപ്പോ അതിന് മറുപടിയായി പറഞ്ഞു എന്നും മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ മാത്രമല്ല മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ, ചരിത്രഗ്രന്ഥമാണ്, അദ്ദേഹം ആ ചരിത്രഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് സ്വഹീഹായ സനദുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയുള്ളൂ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ സ്വഹീഹുൽ ഇസ്നാദ്, ഈ ഹദീസ് സനദ് സ്വഹീഹായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ഇസ്തിഗാസയുടെ വിഷയത്തിൽ പറയാൻ കഴിയും. അങ്ങനെ ഒരു കുതുബിയത്ത് ചൊല്ലിയത് കൊണ്ടോ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടോ അതുപോലെയുള്ള ഏതെങ്കിലും രൂപങ്ങൾ സ്വീകരിച്ചത് കൊണ്ടോ ഒരാളും കാഫറോ മുശ്രിക്കോ ആവൂല എന്ന് ആ പറഞ്ഞ സഹോദരനോട് പറഞ്ഞു കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. സമയം വളരെ വൈകിയതുകൊണ്ട് അസറസ്കാരം ബാക്കിയുള്ളതുകൊണ്ടും നമ്മൾ പരിപാടി നിർത്തുകയാണ്, ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പഠിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് പയ്യന്നൂർ മണ്ഡലം SYS എല്ലാ രണ്ടാം ശനി വൈകുന്നേരം 4 മണി മുതൽ പെരുമ്പയിൽ തന്നെ നമ്മുടെ ഹാജിക്കയുടെ ഹംസാജിക്കയുടെ വീട്ടിൻ്റെ തറവാട്ടിൻ്റെ അടുത്തുള്ള ഒരു മിനി ഓഡിറ്റോറിയം ഉണ്ട്. അത് നമുക്ക് വേണ്ടി ഹാജിക്ക ഉണ്ടാക്കി വെച്ചാണ് ഇത്തരം പരിപാടികൾക്ക് വേണ്ടി. ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട് അവിടെ. അള്ളാഹു അതിൻ്റെയൊക്കെ ഫലം അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുടെ കവറിലേക്ക് എത്തിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് സ്ഥായിയായ ഒരു ഇബാദത്തിൻ്റെ മാർഗമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവിടെ വെച്ച് എല്ലാ രണ്ടാം ശനിയും 4 മണി മുതൽ ഇൻഷാ അല്ലാഹ് റഷീദ് സയ്യിദി ഉസ്താദ് തന്നെ ഈ ആദർശ വിഷയത്തിലുള്ള ക്ലാസ്സുകളും ചോദ്യോത്തരങ്ങളും എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഉണ്ടാവും. പരമാവധി നിങ്ങളെല്ലാവരും പങ്കെടുക്കുക, പറ്റുന്നവരൊക്കെ പങ്കെടുപ്പിക്കുക. സ്ഥിരമായി അത് തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടി തങ്ങൾ ഉസ്താദിൻ്റെ ദുആയോടെ മുഹമ്മദ് പോത്താങ്കണ്ടം നന്ദി പറഞ്ഞ് ഈ പരിപാടി പിരിച്ചുവിടുകയാണ്. നമ്മൾ ഇത്രയും സമയം ഇരുന്നതാണ്. തങ്ങളുടെ ഒരു വളരെ ഭക്തിസാന്ദ്രമായൊരു പ്രാർത്ഥന കൂടി അനിവാര്യമാണ്. ഈ സമയത്ത് ഇത്രയും നമ്മൾ ഇരുന്നത് വളരെ റാഹത്തായി പോകണമെങ്കിൽ നമുക്ക് ഒരു ദുആ കൂടിയും വേണം. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ.